ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ പോകുന്നത് 15-ാം നൂറ്റാണ്ടിലേക്കാണ്. അതും നമ്മുടെ കേരളത്തിലെ ഒരു ചെറിയ തുറമുഖ നഗരത്തിലേക്ക്, കോഴിക്കോട്. അതെ, ഇംഗ്ലീഷിൽ കാലിക്കറ്റ് എന്ന് അറിയപ്പെടുന്നു. ഇന്നതൊരു സാധാരണ നഗരമാണെങ്കിലും ആ കാലത്ത് ഇത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. ഒരു ചെറിയ കുരു, കറുത്ത കുരുമുളക്. അതെ, നിങ്ങൾ ഭക്ഷണത്തിലിടുന്ന ആ മുളക്. 15-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഇതിന് സ്വർണത്തിന് തുല്യമായിരുന്നു വില. കോഴിക്കോട്ടുകാർ അതിനെ കറുത്ത സ്വർണം എന്ന് വിളിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ മുളകിൻ്റെ രാജാവിനെക്കുറിച്ചാണ്. കോഴിക്കോടിൻ്റെ രാജാവ് സാമൂതിരിയെക്കുറിച്ച്. അദ്ദേഹം ഒരു യോദ്ധാവും ഭരണാധികാരിയുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ അദ്ദേഹം വ്യാപാരത്തിനായി തൻ്റെ നഗരത്തിൻ്റെ വാതിലുകൾ എല്ലാ ദേശക്കാർക്കും തുറന്നുകൊടുത്തു. അറബികൾ, ചൈനീസുകാർ, പേർഷ്യക്കാർ, ആഫ്രിക്കക്കാർ, ആർക്കും ഭയപ്പെടാതെ വ്യാപാരം ചെയ്യാം. ഇതാണ് കോഴിക്കോടിനെ ലോകത്തിൻ്റെ സുഗന്ധവ്യഞ്ജന തലസ്ഥാനമാക്കി മാറ്റിയത്. നിങ്ങൾ ഇന്ന് കഥ കേൾക്കാൻ പോകുന്നത് സാമൂതിരിയുടെ യുവ ഉപദേഷ്ടാവ് മണികണ്ഠൻ്റെ കണ്ണിലൂടെയാണ്. അവനാണ് നമ്മളെ ഈ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ചൈനീസ് ജങ്കുകൾ, അറബ് പായ് കപ്പലുകൾ, പോർച്ചുഗീസ് കപ്പലുകൾ എല്ലാം കോഴിക്കോട്ടേക്ക് വരുന്നത് കുരുമുളകിനായിരുന്നു. പക്ഷെ പിന്നീട് വന്ന ഒരാൾ, വാസ്കോ ഡ ഗാമ, വ്യാപാരത്തിനു പകരം ആധിപത്യം ആഗ്രഹിച്ചു. അതോടെ കോഴിക്കോടിൻ്റെ സമാധാനകാലം അവസാനിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിൻ്റെ തുടക്കമാണ്. നിങ്ങളിപ്പോൾ ഒരു തുറമുഖത്തിൻ്റെ മുന്നിലാണ്. കാറ്റിൽ ഉപ്പിൻ്റെ മണം, മുളകിൻ്റെ മണം, ചെണ്ടയുടെ ശബ്ദം, വിവിധ ഭാഷകളിലുള്ള സംഭാഷണങ്ങൾ. നിങ്ങളൊരു ചെറിയ കപ്പലിൻ്റെ മുകളിൽ നിൽക്കുന്നു. കടലിൽ നിന്ന് കരയിലേക്ക് നോക്കുന്നു. ആളുകൾ ഓടി നടക്കുന്നു, ചരക്കുകൾ ഇറക്കുന്നു, വിലയേറിയ വസ്തുക്കൾ വാങ്ങുന്നു, വിൽക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് സുരക്ഷിതത്വമുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, നിങ്ങളൊരു മുളക് ചാക്ക് മോഷ്ടിച്ചാൽ നിങ്ങൾ ജീവനോടെ തിരിച്ചു പോകില്ല. അത്രയ്ക്ക് വിലപ്പെട്ടതായിരുന്നു കുരുമുളക്. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താൽപ്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. കോഴിക്കോട് എന്നാൽ തുറമുഖമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ജീവൻ കപ്പലുകളാണ്. 15-ാം നൂറ്റാണ്ടിൽ ഇവിടെ എത്ര കപ്പലുകൾ വരുന്നുണ്ടായിരുന്നു എന്നറിയാമോ? ഒരു വർഷത്തിൽ 100-ലധികം. അവയിൽ ചിലത് വളരെ വലുതായിരുന്നു. ചൈനീസ് ജങ്കുകൾ. അവയ്ക്ക് 4-5 പായകൾ ഉണ്ടായിരുന്നു. അവയിൽ 100 കണക്കിന് ആളുകൾ യാത്ര ചെയ്യും. അവ വരുന്നത് ചൈനയിൽ നിന്നാണ്. മധ്യകാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യമായിരുന്നു ചൈന. അവർക്ക് സിൽക്ക്, കളിമണ്ണ്, മരുന്നുകൾ എന്നിവ വിൽക്കാനുണ്ടായിരുന്നു. പകരം അവർ വാങ്ങിയത് കുരുമുളകാണ്. മറ്റു ചില കപ്പലുകൾ വരുന്നത് അറേബ്യയിൽ നിന്നാണ്. അറബി വ്യാപാരികൾ വളരെ പ്രാധാന്യമുള്ളവരായിരുന്നു. അവർ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നാവിഗേഷൻ സാങ്കേതികവിദ്യ വികസിപ്പിച്ചവരാണ്. പോളാർ സ്റ്റാർ ഉപയോഗിച്ച് അവർ ദിശ കണ്ടെത്തി. കപ്പലിൻ്റെ പായ കാറ്റിനനുസരിച്ച് മാറ്റി നിർത്താൻ അവർക്കറിയാം. അവർ കൊണ്ടുവരുന്നത് സ്വർണവും വെള്ളിയും, പേർഷ്യൻ കുതിരകളും മറ്റു ഉപകരണങ്ങളും. ഇവയെല്ലാം മുളകിന് പകരമായി കോഴിക്കോട്ട് വിൽക്കുന്നു. കോഴിക്കോട്ട് നിന്ന് മുളക് മാത്രമല്ല, ഇഞ്ചി, ഏലക്ക, തേയില എന്നിവയും കയറ്റുമതി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ മുളകായിരുന്നു രാജാവ്. കോഴിക്കോട്ട് നിന്നുള്ള മുളകിന് പ്രത്യേക മണവും രുചിയുമുണ്ടായിരുന്നു. അതിനാൽ തന്നെ ലോകമെമ്പാടുമുള്ള വ്യാപാരികൾ ഇവിടെ വരുന്നു. കോഴിക്കോട്ട് നിന്ന് മുളകെടുത്ത് അറബി വ്യാപാരികൾ അത് ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് യൂറോപ്പിലെ വെനീസ്, ജനോവ തുറമുഖങ്ങളിലേക്ക്. അവിടെ മുളകിന് സ്വർണത്തിന് തുല്യമായ വില കിട്ടും. 1 കിലോ മുളകിന് 1 കിലോ സ്വർണം വരെ കിട്ടിയിരുന്നു. ഇതാണ് കോഴിക്കോടിനെ സമ്പന്നമാക്കിയത്. സാമൂതിരി എന്ന രാജാവ് ഇതെല്ലാം മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം ഒരു യോദ്ധാവായിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ശക്തി നയതന്ത്രത്തിലായിരുന്നു. അദ്ദേഹം തൻ്റെ തുറമുഖത്തിൽ വരുന്ന എല്ലാ വ്യാപാരികൾക്കും സുരക്ഷ ഉറപ്പാക്കി. അവർക്ക് തങ്ങളുടെ കച്ചവടം സ്വതന്ത്രമായി നടത്താം.
അവർക്ക് കോഴിക്കോട് താമസിക്കാം, കച്ചവടം ചെയ്യാം, സ്വന്തമായി കടയും ഗോഡൗണുകളും ഉണ്ടാക്കാം. സാമൂതിരി അവരെ നന്നായിട്ട് സംരക്ഷിച്ചു. ഇത് അന്നത്തെ മറ്റ് രാജാക്കന്മാർ ചെയ്തിരുന്നില്ല. ചില രാജ്യങ്ങൾ വിദേശികളെ ഭയപ്പെട്ടു, അവരെ തുറമുഖത്ത് പ്രവേശിപ്പിച്ചില്ല. ചിലർ വ്യാപാരികളെ കൊള്ളയടിച്ചു. പക്ഷേ സാമൂതിരി അതിന് വിപരീതമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വ്യാപാരമെന്നത് യുദ്ധമല്ല, അതൊരു കൈമാറ്റമാണ്. അതിനാൽ തന്നെ കോഴിക്കോട് ഒരു സുരക്ഷിത തുറമുഖമായി മാറി. വിദേശ വ്യാപാരികൾ ഇവിടെ വരാൻ ആഗ്രഹിച്ചു. അവരവിടെ സ്ഥിരതാമസമാക്കി. ചിലർ ഇവിടെ കുടുംബവുമായി താമസിച്ചു തുടങ്ങി. ഇതോടെ കോഴിക്കോട് ഒരു ബഹുസാംസ്കാരിക നഗരമായി മാറി. അവിടെ പല ഭാഷകളും സംസാരിച്ചു, പല മതങ്ങളും ആചരിച്ചു, പല ഭക്ഷണങ്ങളും കഴിച്ചു. കപ്പലുകൾ വരുന്നത് വർഷത്തിലെ പ്രത്യേക സമയത്താണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ വടക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ കാറ്റ് വീശും. അത് കപ്പലുകൾക്ക് കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് പോകാൻ സഹായിക്കും. അപ്പോൾ ചൈനയിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നും വരുന്ന കപ്പലുകൾ കോഴിക്കോട്ടെത്തും. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ തെക്കേ കാറ്റ് വീശും. അപ്പോൾ അറേബ്യ, ആഫ്രിക്ക, പേർഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ കോഴിക്കോട്ട് വരും. അതിനാൽ തന്നെ വർഷത്തിൽ 2 തവണ കോഴിക്കോട് വ്യാപാര സീസൺ ഉണ്ടായിരുന്നു. ഓരോ സീസണിലും നൂറുകണക്കിന് കപ്പലുകൾ വരും. തുറമുഖത്ത് ജനാധിക്യം വർദ്ധിക്കും. വ്യാപാരികൾ തങ്ങളുടെ ചരക്കുകൾ വിൽക്കാൻ തുടങ്ങും. കോഴിക്കോട്ടുകാർ മുളക് കൊണ്ടുവരും. ചെറിയ കുടുംബങ്ങൾ പോലും മുളക് വളർത്തുന്നുണ്ടായിരുന്നു. മലയോരങ്ങളിലെ താഴ്വാരങ്ങളിലും കുരുമുളക് കൃഷി ചെയ്യും. അവർ അത് തുറമുഖത്ത് കൊണ്ടുവന്ന് വിൽക്കും. മുളകിന് വില കിട്ടുമ്പോൾ അവർക്ക് സ്വർണം, വെള്ളി, വിദേശ വസ്തുക്കൾ എന്നിവ ലഭിക്കും. ഇതോടെ സാധാരണക്കാർക്കും സമ്പാദിക്കാൻ സാധിച്ചു. ഇന്നത്തെ ലോകത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് യൂറോപ്പാണ് ആഗോള വ്യാപാരത്തിൻ്റെ കേന്ദ്രമെന്നാണ്. പക്ഷേ 15-ാം നൂറ്റാണ്ടിൽ അത് ഇന്ത്യൻ മഹാസമുദ്രമായിരുന്നു. ഇന്ത്യ, ചൈന, അറേബ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിലെ സമ്പത്ത് ഒരുമിച്ച് വന്ന് കോഴിക്കോട് ചേരുന്നു. ഇതാണ് ആദ്യകാല ആഗോളവൽക്കരണം. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിൽ ഒന്നായിരുന്നു കോഴിക്കോട്. ഒരു ഫ്രഞ്ച് യാത്രികൻ പറഞ്ഞത് കോഴിക്കോടിൻ്റെ തെരുവുകൾ സ്വർണം കൊണ്ട് പാകിയതാണെന്നാണ്. അതൊരു ഉപമ മാത്രമല്ല, അത്രയ്ക്ക് സമ്പത്തുണ്ടായിരുന്നു അവിടെ. സാമൂതിരി തൻ്റെ പട്ടണത്തിൽ ഒരു പ്രത്യേക സംവിധാനമുണ്ടാക്കിയിരുന്നു. വ്യാപാരി ഉദ്യോഗസ്ഥർ. അവരെല്ലാ കപ്പലുകളുടെയും ചരക്ക് പരിശോധിക്കും. അവരെത്ര മുളക് കൊണ്ടുവന്നു എന്ന് രേഖപ്പെടുത്തും. പിന്നീട് അവർക്കത് വിൽക്കാൻ അനുമതി നൽകും. സാമൂതിരിക്ക് അതിൽ നിന്നൊരു ചെറിയ നികുതി ലഭിക്കും. പക്ഷേ അത് വളരെ കുറഞ്ഞതായിരുന്നു. ഇത് വ്യാപാരികളെ ആകർഷിച്ചു. കാരണം മറ്റു തുറമുഖങ്ങളിൽ നികുതി വളരെ കൂടുതലായിരുന്നു. കോഴിക്കോട് നികുതി കുറഞ്ഞതും സുരക്ഷ ഉറപ്പുള്ളതുമായിരുന്നു. ഇതാണ് കോഴിക്കോടിനെ ലോകത്തിലെ ഏറ്റവും മികച്ച തുറമുഖമാക്കി മാറ്റിയത്. ഹിസ്റ്റോറിയൻസ് ഇപ്പോഴും ചർച്ച ചെയ്യുന്നൊരു കാര്യം എന്തെന്നാൽ, കോഴിക്കോട് നിന്നാണ് ലോകത്തിൻ്റെ മുഴുവൻ കുരുമുളകിൻ്റെയും 70% കയറ്റുമതി ചെയ്യപ്പെട്ടിരുന്നത്. ചിലർ പറയുന്നു 60%, ചിലർ പറയുന്നു 80%. എന്തായാലും അത് വളരെ വലിയൊരു അളവായിരുന്നു. കോഴിക്കോട് നിന്ന് പുറത്തുപോകുന്ന മുളക് ലോകത്തിൻ്റെ ഭക്ഷണ സംസ്കാരത്തെ തന്നെ മാറ്റിമറിച്ചു. യൂറോപ്പിൽ ഭക്ഷണം കേടാകാതിരിക്കാൻ മുളക് ഉപയോഗിച്ചു. അതോടൊപ്പം രുചിയും കൂടി. മുളകിനു വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ പോരാടി. പക്ഷേ അവർ കോഴിക്കോട് വരുന്നതിനു മുമ്പ് തന്നെ ഈ നഗരം ഒരു വലിയ ശക്തിയായിരുന്നു. ഒരു ചെറിയ ഫാക്റ്റ് പറയാം. കോഴിക്കോട്ട് നിന്ന് മുളക് കയറ്റുമതി ചെയ്യുന്നതിന് മുമ്പ് അതൊരു പ്രത്യേക രീതിയിൽ ഉണക്കും. അതിനു പിന്നീട് മണം കൂടുതലായിരിക്കും. അവർ അത് ചെറിയ ചാക്കുകളിൽ നിറയ്ക്കും. ഓരോ ചാക്കിനും ഒരു പ്രത്യേക മുദ്രയുണ്ടായിരുന്നു, സാമൂതിരിയുടെ മുദ്ര. അത് വ്യാപാരികൾക്ക് ഉറപ്പു നൽകും, ഇത് യഥാർത്ഥ കോഴിക്കോട് കുരുമുളകാണെന്ന്. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ ബ്രാൻഡഡ് സ്പൈസ്. ഇന്ന് നമ്മൾ കാണുന്ന ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ ആദ്യ രൂപമായിരുന്നു അത്. കോഴിക്കോട് നിന്ന് മുളക് കയറ്റുമതി ചെയ്യുന്നത് ഒരു വലിയ സംവിധാനമായിരുന്നു. അതൊരു സർക്കാർ പദ്ധതി പോലെയായിരുന്നു. സാമൂതിരി തൻ്റെ ഉദ്യോഗസ്ഥർ വഴി അത് നിയന്ത്രിച്ചു. വ്യാപാരികൾക്ക് മാത്രമല്ല, കർഷകർക്കും അവരുടെ കൃഷിക്ക് നല്ല വില കിട്ടാൻ സാധിച്ചു. ഇതോടെ സാമൂഹിക സമത്വവും വർദ്ധിച്ചു. കോഴിക്കോട് ഒരു വിവേകമുള്ള ഭരണത്തിൻ്റെ ഉദാഹരണമായി മാറി. ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ യൂറോപ്പിൽ ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു, ഇന്ത്യയിലേക്ക് നേരിട്ട് വരാൻ. അവർക്ക് മുളക് വേണം. പക്ഷേ അറബ് വ്യാപാരികളുടെ ഇടപെടലില്ലാതെ അവർ അതിനായി സമുദ്രം കടക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് വാസ്കോഡ ഗാമ കോഴിക്കോട് വരുന്നതിനു മുമ്പ് പോർച്ചുഗീസ് രാജാവ് ഒരു പദ്ധതി തയ്യാറാക്കിയത്. അവർ കപ്പലുകൾ നിർമ്മിച്ചു, നാവിഗേഷൻ പഠിച്ചു,
പീരങ്കികൾ കൊണ്ടുവന്നു. അവർക്ക് വ്യാപാരം മാത്രമല്ല, കീഴടക്കലും വേണം. ഇതാണ് കോഴിക്കോടിൻ്റെ ഭാവിയിൽ ഒരു വലിയ മാറ്റം വരുത്താൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് കോഴിക്കോട് ഒരു സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും കാലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇന്നത്തെ നമ്മുടെ കഥ ആ കാലത്തെക്കുറിച്ചാണ്. കോഴിക്കോട് എങ്ങനെ ലോകത്തിൻ്റെ സുഗന്ധവ്യഞ്ജന രാജധാനിയായി മാറി എന്നതിൻ്റെ തുടക്കം. കോഴിക്കോട് നിന്നുള്ള കുരുമുളക് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പോയി എന്ന് നമ്മൾ കണ്ടു. പക്ഷേ അതിനെല്ലാം കാരണം സാമൂതിരിയുടെ ഒരു പ്രത്യേക നയമായിരുന്നു, തുറന്ന വാതിൽ നയം. ഇതന്നത്തെ കാലത്ത് വളരെ അപൂർവമായിരുന്നു. പല രാജ്യങ്ങളും വിദേശികളെ ഭയപ്പെട്ടു. അവർ പറഞ്ഞു, അവർ നമ്മുടെ ഭൂമി കീഴടക്കാൻ വരും. പക്ഷേ സാമൂതിരി അങ്ങനെ ചിന്തിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, അവർ വരുന്നത് വ്യാപാരത്തിനാണ്. അവർ നമ്മോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് സുരക്ഷ നൽകിയാൽ നമുക്ക് സമ്പത്ത് ലഭിക്കും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വീക്ഷണം. അതുകൊണ്ടുതന്നെ കോഴിക്കോട് ഒരു സ്വതന്ത്ര വ്യാപാര കേന്ദ്രമായി മാറി. ഇവിടെ വരുന്ന എല്ലാ വ്യാപാരികൾക്കും ഒരു പ്രത്യേക സൗകര്യമുണ്ടായിരുന്നു: സാമൂതിരിയുടെ സംരക്ഷണം. അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. അവർക്ക് കപ്പലുകൾ സുരക്ഷിതമായി കരക്കടുക്കാം, ചരക്കുകൾ ഇറക്കാം, കച്ചവടം ചെയ്യാം. കോഴിക്കോട്ട് നിന്ന് പോകുമ്പോൾ അവർക്ക് സുരക്ഷിതമായി തിരിച്ചു പോകാം. ഇത് വലിയ വിശ്വാസം സൃഷ്ടിച്ചു. വ്യാപാരികൾ കോഴിക്കോട്ടേക്ക് വരാൻ തുടങ്ങി. അവർ അവിടെ സ്ഥിരതാമസമാക്കി. ചിലർ കുടുംബങ്ങളോട് താമസിക്കാൻ തുടങ്ങി. അറബ് വ്യാപാരികൾ കോഴിക്കോട് തന്നെ ഒരു കൊച്ചു നഗരം പോലെ സ്ഥാപിച്ചു. അവർ പള്ളികൾ പണിതു, സ്വന്തം ഭക്ഷണമുണ്ടാക്കി, അവരുടെ ഭാഷ സംസാരിച്ചു. അവർ കോഴിക്കോട്ടുകാരോട് ചേർന്ന് ജീവിച്ചു. ഇതോടെ കോഴിക്കോട് ഒരു ബഹുസാംസ്കാരിക നഗരമായി മാറി. ഇവിടെ സാമൂതിരിയുടെ കീഴിൽ പല ജനങ്ങളും ഒരുമിച്ച് ജീവിച്ചു. ഇതന്നത്തെ ലോകത്തിൽ അപൂർവമായിരുന്നു. സാമൂതിരി തൻ്റെ നയം വെറും വാക്കുകളിൽ മാത്രം പറഞ്ഞില്ല, അദ്ദേഹം അത് പ്രായോഗികമാക്കി. ഉദാഹരണത്തിന്, ഒരു അറബ് വ്യാപാരിയുടെ കപ്പൽ കോഴിക്കോട്ട് വന്ന് അപകടത്തിൽപ്പെട്ടാൽ സാമൂതിരി അതിന് സഹായം നൽകും. കപ്പലിനെ പുനഃസ്ഥാപിക്കാൻ സഹായിക്കും. വ്യാപാരികൾക്ക് ഭക്ഷണവും താമസവും നൽകും. അവരുടെ ചരക്ക് കൊള്ളയടിക്കപ്പെട്ടാൽ സാമൂതിരി അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ശ്രമിക്കും. ഇത് വ്യാപാരികളുടെ വിശ്വാസം നേടി. അവർ പറഞ്ഞു, കോഴിക്കോട്ട് വരുന്നതാണ് ഏറ്റവും സുരക്ഷിതം. സാമൂതിരി വിദേശികളെ മാത്രമല്ല, തൻ്റെ സ്വന്തം ജനങ്ങളോടും നീതിപൂർവം പെരുമാറി. കർഷകർക്ക് നല്ല വില കിട്ടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. കുരുമുളക് വിൽക്കുന്നവർക്ക് അമിതമായി നികുതി ഈടാക്കില്ല. വ്യാപാരികൾ തമ്മിലുള്ള തർക്കങ്ങളുണ്ടായാൽ സാമൂതിരിയുടെ നീതിപീഠം അത് നേരത്തെ തീർക്കും. ഇതോടെ വ്യാപാരം സുഗമമായി നടന്നു. ആർക്കും ഭയമില്ലാതെ വ്യാപാരം ചെയ്യാം. ഇതാണ് കോഴിക്കോടിനെ ലോകത്തിൻ്റെ ഏറ്റവും ആകർഷകമായ തുറമുഖമാക്കി മാറ്റിയത്. മറ്റു തുറമുഖങ്ങളിൽ നികുതി കൂടുതലായിരുന്നു, സുരക്ഷയും ഉണ്ടായിരുന്നില്ല. പലയിടങ്ങളിലും വ്യാപാരികൾ കൊള്ളയ്ക്കും കൊലപാതകത്തിനും ഇരയായി. പക്ഷെ കോഴിക്കോട് മാത്രം അതിനു വിപരീതമായിരുന്നു. ഒരു ചെറിയ സംഭവം പറയാം. ഒരിക്കൽ ഒരു ചൈനീസ് കപ്പൽ കോഴിക്കോട് വന്നു. അതിൽ നിന്ന് ചില ചരക്കുകൾ കൊള്ളയടിക്കപ്പെട്ടു. ചൈനീസ് വ്യാപാരികൾ സാമൂതിരിയെ കാണാൻ വന്നു. അവർ വിഷമത്തോടെ പറഞ്ഞു, ഞങ്ങളുടെ ചരക്ക് മോഷ്ടിച്ചു. ഇനി ഞങ്ങൾക്ക് ഇവിടേക്ക് വീണ്ടും വരാൻ ഭയമാണ്. സാമൂതിരി ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു. കുറ്റക്കാരെ പിടിച്ചു, ചരക്ക് തിരിച്ചു കൊടുത്തു. കൂടാതെ അവർക്ക് സമ്മാനങ്ങളും നൽകി. അവർ പറഞ്ഞു, നിങ്ങളുടെ നീതി ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഞങ്ങൾ വീണ്ടും വരും. ഇത്തരം സംഭവങ്ങൾ വ്യാപാരികളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു. കോഴിക്കോട്ട് നിന്ന് കുരുമുളക് വാങ്ങുന്നത് സുരക്ഷിതമാണെന്ന് അവർ ഉറപ്പിച്ചു. സാമൂതിരി തൻ്റെ നയത്തിലൂടെ ഒരു വലിയ സമ്പത്ത് സൃഷ്ടിച്ചു. പക്ഷേ അത് പണത്തിൽ മാത്രമല്ല, വിശ്വാസത്തിലുമായിരുന്നു. അദ്ദേഹം മനസ്സിലാക്കി, വിശ്വാസമാണ് ഏറ്റവും വിലയേറിയ കരുത്ത് എന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലായ്പ്പോഴും നീതിയും സമാധാനവും പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ നഗരത്തിൽ ആർക്കും ഭയമില്ലായിരുന്നു. ഇതോടെ കോഴിക്കോടൊരു സമാധാനത്തിൻ്റെ പ്രതീകമായി മാറി. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ തുറമുഖം മാത്രമല്ല, ഏറ്റവും സമാധാനപരമായ തുറമുഖവുമായിരുന്നു കോഴിക്കോട്. സാമൂതിരിയുടെ തുറന്ന വാതിൽ നയം എത്രത്തോളം യാഥാർത്ഥ്യമായിരുന്നുവെന്നതിനെക്കുറിച്ച് ഹിസ്റ്റോറിയൻസ് ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. ചിലർ പറയുന്നു അതൊരു രാഷ്ട്രീയ തന്ത്രം മാത്രമായിരുന്നു. ചിലർ പറയുന്നു അതൊരു യഥാർത്ഥ
സാമൂഹിക വിശ്വാസമായിരുന്നു. എന്തായാലും അത് പ്രവർത്തിച്ചു. കോഴിക്കോട് ലോകത്തിൻ്റെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമായി മാറി. ഒരു ഫ്രഞ്ച് യാത്രികൻ പറഞ്ഞത്, കോഴിക്കോട്ട് നിന്ന് ഒരു കപ്പലിൽ കൊണ്ടുവരുന്ന കുരുമുളക് 3 വർഷത്തോളം യൂറോപ്പിലെ ഭക്ഷണത്തിന് രുചി നൽകുമെന്നാണ്. അത്രയ്ക്ക് വലിയ അളവിലായിരുന്നു കയറ്റുമതി. കോഴിക്കോട്ട് നിന്ന് പുറത്തു പോകുന്ന മുളക് ലോകത്തിൻ്റെ ഭക്ഷണ സംസ്കാരത്തെ തന്നെ മാറ്റിമറിച്ചു. ഒരു രസകരമായ വസ്തുതയാണ്, കോഴിക്കോട്ടിൽ വ്യാപാരികൾക്ക് ഒരു പ്രത്യേക സൗകര്യമുണ്ടായിരുന്നു: പൊതിമുറി. ഇത് ഒരു സംരക്ഷിത സംഭരണ കേന്ദ്രമായിരുന്നു. വ്യാപാരികൾക്ക് അവരുടെ ചരക്ക് സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയുമായിരുന്നു. അവർക്ക് അവിടെ താമസിക്കാൻ സൗകര്യമുണ്ടായിരുന്നു. ഭക്ഷണം ലഭിക്കുമായിരുന്നു. പല ഭാഷകളും സംസാരിക്കുന്ന ഉദ്യോഗസ്ഥർ ഇവിടെ ജോലി ചെയ്തു. വ്യാപാര നിയമങ്ങൾ വിവരിക്കാൻ സഹായിച്ചു. ഇതൊരു പ്രാചീന വ്യാപാര ഹബ്ബ് പോലെയായിരുന്നു. ഇന്നത്തെ ഫ്രീ ട്രേഡ് സിറ്റികളുടെ ആദ്യ രൂപം. കോഴിക്കോടിൻ്റെ സമ്പത്ത് വ്യാപാരികളിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. കർഷകർക്കും തൊഴിലാളികൾക്കും അത് ലാഭകരമായിരുന്നു. മുളക് വിളവെടുക്കുന്ന ഒരു ചെറുകർഷകന് പോലും നല്ല വരുമാനം ലഭിച്ചു. അവൻ ഭൂമി വാങ്ങാനും മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാനും സാധിച്ചു. ഇതോടെ കോഴിക്കോട് ഒരു സാമൂഹിക സമത്വത്തിൻ്റെ ഉദാഹരണമായി മാറി. സമ്പത്ത് മുകളിൽ നിന്ന് താഴേക്കൊഴുകി. അവിടം സമ്പത്ത് കുമിഞ്ഞുകൂടി. ഈ സമൃദ്ധിയുടെ കാലത്ത് കോഴിക്കോട് ഒരു സാംസ്കാരിക കേന്ദ്രമായും മാറി. അറബ് സംഗീതം, ചൈനീസ് ചിത്രകല, ഇന്ത്യൻ നൃത്തം എന്നിവയിവിടെ ഒന്നിച്ചു ചേർന്നു. പ്രാദേശികരും വിദേശികളും തമ്മിലുള്ള വിവാഹങ്ങൾ സാധാരണമായിരുന്നു. ഒരു അറബ് വ്യാപാരിയുടെ മകൻ മലയാളം സംസാരിച്ചും മലയാളി കുടുംബത്തിൻ്റെ കേരക്കുട്ടി അറബി പ്രാർത്ഥന പഠിച്ചും ജീവിച്ചു. ഇതോടെ കോഴിക്കോട് ഒരു ജീവനുള്ള സംസ്കാരത്തിൻ്റെ ഉദാഹരണമായി മാറി. വ്യാപാരം മാത്രമല്ല, ആശയങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും കൈമാറ്റം നടന്ന ഒരു നഗരം. ഇന്നത്തെ നമ്മുടെ കഥ ഇത്തരമൊരു സമൃദ്ധമായ കാലത്തിൻ്റെ തുടക്കമാണ് കാണിക്കുന്നത്. അതിൻ്റെ സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉച്ചസ്ഥാനത്ത് നിൽക്കുകയാണ് കോഴിക്കോട്. പക്ഷേ ഈ സമാധാനത്തിന് അന്ത്യം വരുന്നതിൻ്റെ മുൻവിചാരണകൾ ഇതിനകം തന്നെ കടലിനപ്പുറത്ത് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ചൈനയിൽ നിന്നുള്ള കപ്പൽപ്പട കോഴിക്കോട്ടേക്ക് വരുന്നത് ഒരു വലിയ സംഭവമാണ്. അവർ വരുമ്പോൾ ആകാശം മൂടി മറഞ്ഞതുപോലെയാണ് അവരുടെ വിശാലമായ കപ്പൽ പായികളാൽ. ഒരു ചെറിയ കുട്ടി തീരത്ത് നിന്ന് അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ വായി തുറന്നു കിടക്കുന്നു. അമ്മേ, ആകാശത്തിൽ നിന്ന് വീണ മലകളാണോ അവ? അവൻ്റെ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് ചൈനയിൽ നിന്നുള്ള ജങ്കുകളാണ് മോനെ. അവ വലുതാണ്, പക്ഷെ ഭയപ്പെടണ്ട. അവൻ ഭയപ്പെട്ടില്ല, പകരം അതിശയത്തിലായിരുന്നു. ഈ ജങ്കുകൾ ഷെങ്ഹെയുടെ നാവിക പദ്ധതിയുടെ ഭാഗമാണ്. ചൈനീസ് ചക്രവർത്തിയുടെ ഒരു ദൂതപ്പട. അവർ വരുന്നത് യുദ്ധത്തിനല്ല, മറിച്ച് സമാധാനത്തിനും വ്യാപാരത്തിനുമാണ്. അവരുടെ കപ്പലുകൾ വിശാലമാണ്. ചിലത് 100 മീറ്റർ നീളമുണ്ട്, 7 നിലകളും 100 കണക്കിന് ജാലകങ്ങളും. അവയിൽ ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്നു. നാവികർ, സൈനികർ, ഭാഷാവിദഗ്ധർ, വ്യാപാരികൾ, കലാകാരന്മാര് പോലും. കോഴിക്കോടിൻ്റെ തുറമുഖത്ത് ഒരു പ്രത്യേക തയ്യാറെടുപ്പ് ആരംഭിച്ചു. സാമൂതിരി ഉത്തരവിട്ടു, ചൈനീസ് ദൂതരെ സ്വാഗതം ചെയ്യാൻ പ്രത്യേക ഭക്ഷണം തയ്യാറാക്കണം, പുതിയ വസ്ത്രങ്ങൾ നൽകണം, പെരിങ്ങളത്തിൽ പ്രത്യേക മുറികൾ ഒരുക്കണം. മണികണ്ഠൻ ആ ഉത്തരവ് നിറവേറ്റാൻ തുടങ്ങി. അവൻ ചൈനീസ് ഭക്ഷണത്തെക്കുറിച്ച് പഠിച്ചു. അവർ എന്ത് തിന്നുന്നു, എന്തൊഴിവാക്കുന്നു. അവനൊരു കാര്യം മനസ്സിലായി: ചൈനക്കാർ പുതിയ മീൻ ഇഷ്ടപ്പെടുന്നു, പക്ഷേ ഉപ്പ് കൂടിയ സാധനങ്ങൾ ഇഷ്ടപ്പെടില്ല. അവൻ ഉപ്പ് കുറഞ്ഞ മീൻകറി ഉണ്ടാക്കാൻ ഉത്തരവിട്ടു. ഒരു ചരിത്ര വസ്തുത എന്തെന്നാൽ, ഷെങ്ഹെയുടെ പദ്ധതിയിൽ 7 പ്രധാന യാത്രകളുണ്ടായിരുന്നു, 1405 മുതൽ 1433 വരെ. ഇതിൽ കോഴിക്കോട് ഒരു പ്രധാന നിർണായക സ്ഥലമായിരുന്നു. ചൈനീസ് രേഖകൾ പറയുന്നത് കോഴിക്കോട് അവർ കാലികുട്ട് എന്ന് വിളിച്ചിരുന്നു. അവിടെ നിന്ന് അവർ സുഗന്ധവ്യഞ്ജനങ്ങൾ, മരങ്ങൾ എന്നിവ വാങ്ങി. ചൈനീസ് കപ്പലുകൾ കരയിലിറങ്ങിയപ്പോൾ അവരുടെ നേതാവ് ഒരു ചെങ്കല്ലിൽ ഇങ്ങനെ കൊത്തിയെഴുതി: ഈ നാട് സമൃദ്ധിയുടെ നാടാണ്. ഇവിടുത്തെ ജനങ്ങൾ സത്യസന്ധരും സ്നേഹപൂർവവുമാണ്. ഈ വാക്കുകൾ ഇന്നും കോഴിക്കോട്ടിലെ ഒരു ക്ഷേത്രത്തിന് സമീപം സൂക്ഷിച്ചിരിക്കുന്നു. മണികണ്ഠൻ ചൈനീസ് ദൂതരെ സ്വാഗതം ചെയ്യാൻ തുറമുഖത്തെത്തി. അവന് അവരുടെ ഭാഷയിൽ ഒരു വാക്കുപോലും പറയാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷേ
അവൻ അവരുടെ സംസ്കാരത്തെക്കുറിച്ച് വായിച്ചിരുന്നു. അവൻ അവരുടെ വരവിനു മുമ്പ് തന്നെ അവരുടെ സമ്മാനങ്ങളെക്കുറിച്ച് പഠിച്ചു. ഏതൊക്കെ സമ്മാനങ്ങൾ സ്വീകാര്യമാണ്, ഏതൊക്കെ അനുചിതമാണ്. അവൻ ഒരു ചെറിയ പെട്ടി തയ്യാറാക്കി. അതിൽ കുരുമുളക്, കറുവപ്പൊടി, ഒരു ചെറിയ കൽമുത്ത്, പൊന്നിൻ്റെ ഒരു ചെറിയ തടി എന്നിവ ഉൾപ്പെടുത്തി. ഇത് ചൈനയിലെ ചക്രവർത്തിക്കായിരുന്നു. ചരിത്രഹാരന്മാർ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു ചെറിയ ചോദ്യം എന്തെന്നാൽ, ഷെങ് ഹേയുടെ യാത്രകൾ യഥാർത്ഥത്തിൽ വ്യാപാരത്തിനുള്ളതായിരുന്നോ അതോ ചൈനയുടെ രാഷ്ട്രീയ ആധിപത്യം പ്രദർശിപ്പിക്കാനുള്ളതായിരുന്നോ? ചിലർ പറയുന്നു അത് സമാധാന ദൂതത്വമായിരുന്നെന്ന്. മറ്റു ചിലർ പറയുന്നു അത് ചൈനയുടെ ശക്തി പ്രദർശിപ്പിക്കാനുള്ള ഒരു പ്രദർശനമായിരുന്നെന്ന്. ഉത്തരം ആർക്കും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ചൈനീസ് ദൂതരെ കൊണ്ടുവരുന്ന ജങ്ങുകൾ കരയിലിറങ്ങിയപ്പോൾ കോഴിക്കോട്ടെ ജനങ്ങൾ അതിശയത്തോടെ നോക്കി നിന്നു. കപ്പലുകളുടെ വലിപ്പം മാത്രമല്ല, അവയുടെ രൂപവും വ്യത്യസ്തമായിരുന്നു. മുന്നിലെ ഭാഗം ഒരു പാമ്പിൻ്റെ തല പോലെ ഉയർന്നു നിന്നു. അതിന് കണ്ണുകൾ പോലെ 2 വലിയ കല്ലുകൾ ഘടിപ്പിച്ചിരുന്നു. ചൈനക്കാർ പറയുന്നത് ഇത് കടലിനെ ഭയപ്പെടുത്താനുള്ള ഒരു മാർഗമാണെന്നാണ്. ഒരു മലയാളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ കടലിനെ ഭയമില്ല, അത് നമ്മുടെ അമ്മയാണ്. ചൈനീസ് ദൂതരെ പെരിങ്ങളത്തിലേക്ക് കൊണ്ടുപോയി. അവർ അവിടെ വിശ്രമിച്ചു. പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു. പിന്നീട് സാമൂതിരിയുടെ കൊട്ടാരത്തിലേക്ക് പോയി. കൊട്ടാരത്തിന് പുറത്ത് ഒരു ചെറിയ സ്വീകരണ ചടങ്ങ് നടന്നു. മണികണ്ഠൻ ചൈനീസ് ദൂതന്റെ കയ്യിൽ സമ്മാനപ്പെട്ടി കൊടുത്തു. ദൂതൻ അത് തുറന്നു നോക്കി. മുഖത്ത് പുഞ്ചിരി വിടർന്നു. അവൻ ചൈനീസ് ഭാഷയിൽ എന്തോ പറഞ്ഞു. അതിൻ്റെ അർത്ഥം മണികണ്ഠന് അറിയുന്നില്ല. പക്ഷെ അവന് മനസ്സിലായി, അവർ സന്തുഷ്ടരാണ്. ചൈനീസ് ദൂതന്മാർ നമുക്കുള്ള സമ്മാനങ്ങളും കൊണ്ടുവന്നു. ചൈനീസ് ചെമ്പ്, കെരാമിക്സ്, പുതിയ തരം കടലാസ്, ഇവയെല്ലാം സാമൂതിരിക്ക് നൽകി. സാമൂതിരി അവയെ ആദരവോടെ സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ രാജാവിന് ഇത് തിരികെ അയക്കുക. ഇത് കോഴിക്കോട്ടിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഒരു ചെറിയ തമാശ എന്തെന്നാൽ, ചൈനീസ് ദൂതന്മാർ കോഴിക്കോട്ടെ ചോറിനെക്കുറിച്ച് ആദ്യം അതിശയിച്ചു. ഇതെങ്ങനെ തിന്നും? അവർ ചോറിനോടൊപ്പം ഒരു കത്തി ഉപയോഗിക്കാൻ ശ്രമിച്ചു. ഒരു മലയാളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് കൈകളുണ്ട്, അവ ഉപയോഗിക്കൂ. പിന്നീട് അവർ കൈകൊണ്ട് തിന്നാൻ പഠിച്ചു. ഇന്ന് ചൈനയിലെ ചില പ്രദേശങ്ങളിൽ പോലും ചോറ് കൈകൊണ്ട് തിന്നുന്ന പതിവുണ്ട്. ചൈനീസ് ദൂതന്മാർ കോഴിക്കോട് നിന്ന് പുറപ്പെടുമ്പോൾ അവർ ഒരു വലിയ ചരക്കു കപ്പൽ നിറച്ച് കുരുമുളകും മറ്റു സുഗന്ധവ്യഞ്ജനങ്ങളും കൊണ്ടുപോയി. മാത്രമല്ല, അവർ കോഴിക്കോടിനെക്കുറിച്ചുള്ള ഒരു പുതിയ കഥയും കൊണ്ടുപോയി. ചൈനയിൽ അവർ പറഞ്ഞു, അവിടെ നദിയല്ല, പക്ഷെ കടലാണ് അവരുടെ ജീവജലം. അവിടെ ഒരു രാജാവുണ്ട്. അവൻ പീരങ്കികൾ ഉപയോഗിക്കുന്നില്ല, പകരം സമ്മാനങ്ങൾ നൽകുന്നു. ഈ കഥ ചൈനയിലെ പല നഗരങ്ങളിലും പ്രചരിച്ചു. ചൈനീസ് രേഖകൾ പറയുന്നത് കോഴിക്കോട്ടെ മാർക്കറ്റിൽ ഒരു പ്രത്യേകതരം കുരുമുളകാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചതെന്ന്. അതിനെ മലബാർ ഗ്രെയിൻ എന്ന് വിളിച്ചു. ഇത് യൂറോപ്പിലേക്ക് പോകുന്നതിന് മുൻപ് ചൈനയിലും വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഈ സന്ദർശനം കോഴിക്കോടിൻ്റെ പ്രതിച്ഛായ ലോകമെമ്പാടും വ്യാപിപ്പിച്ചു. മറ്റു രാജ്യങ്ങളിൽ നിന്ന് കപ്പലുകൾ കൂടുതൽ വേഗത്തിൽ എത്താൻ തുടങ്ങി. സാമൂതിരിയുടെ നയം തെളിയിക്കപ്പെട്ടു. സമാധാനം സമൃദ്ധിയുടെ വാതിലാണെന്ന്. പക്ഷേ മണികണ്ഠൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ചൈനീസ് കപ്പലുകളുടെ കൂടെ ഒരു ചെറിയ പടയും ഉണ്ടായിരുന്നു. അവർ യുദ്ധത്തിനായി വന്നില്ല, പക്ഷേ അവർ പ്രതിരോധത്തിന് തയ്യാറായിരുന്നു. അവൻ ചിന്തിച്ചു, യുദ്ധം വരാതിരിക്കട്ടെ, പക്ഷേ അതിന് തയ്യാറായിരിക്കണം. കോഴിക്കോട് ഒരു സമാധാനത്തിൻ്റെ പ്രതീകമായി നിലകൊണ്ടിരുന്നു. പക്ഷേ ലോകം മാറിക്കൊണ്ടിരുന്നു. യൂറോപ്പിൽ നിന്ന് വരാൻ പോകുന്ന പുതിയ കപ്പലുകൾ സമാധാനത്തിനു വേണ്ടിയല്ല വരുന്നത്. അവർ സമ്മാനങ്ങൾ കൊണ്ടുവരില്ല, പീരങ്കികൾ കൊണ്ടുവരും. അവർ അനുവാദം ചോദിക്കില്ല, ആവശ്യപ്പെടും. പക്ഷേ അത് ഇനിയും അകലെയായിരുന്നു. ഇന്നത്തെ രാത്രിയിൽ കോഴിക്കോട് ഒരു ചൈനീസ് ജങ്കിൻ്റെ പായകളുടെ നിഴലിൽ സമാധാനത്തിൽ ഉറങ്ങുന്നു. അറബ് വ്യാപാരികൾ കോഴിക്കോട്ടേക്ക് വരുന്നത് ഒരു പുരാതന പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. അവരിവിടെ വരുന്നത് കപ്പലുകളിലല്ല, മറിച്ച് കാറ്റിന്റെ പാതയിലൂടെയാണ്. അവരുടെ പായ്ക്കപ്പലുകൾ കാറ്റിനെ ആശ്രയിച്ച് കടലിലൂടെ സഞ്ചരിക്കുന്നു. ഒരിക്കൽ ഒരു ചെറിയ കുട്ടി തീരത്ത് നിന്ന് നോക്കിക്കൊണ്ട് അവൻ അവൻ്റെ അമ്മയോട് പറയുന്നു, അമ്മേ, ആ കപ്പലുകൾ പാമ്പുകൾ പോലെയല്ലേ തിരമാലകളെ മുറിച്ചു കടക്കുന്നത്? അവൻ്റെ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതാണ് അറബികളുടെ കപ്പലുകൾ.
അവർ കാറ്റിനെ സ്നേഹിക്കുന്നു, കാറ്റിനെ ഭയപ്പെടുന്നില്ല. അറബ് വ്യാപാരികൾ കോഴിക്കോട്ടിലെ മാർക്കറ്റിന്റെ ഹൃദയമാണ്. അവർ സുഗന്ധവ്യഞ്ജനങ്ങളെക്കുറിച്ച് അതിഗാഠമായ അറിവുള്ളവരാണ്. അവർക്ക് ഒരു ചെറിയ കുരുമുളകിന്റെ ഗുണമേന്മ തിരിച്ചറിയാൻ കഴിയും. അത് എവിടെ നിന്നാണെന്നും എപ്പോൾ വിളവെടുത്തതാണെന്നും എങ്ങനെ സംഭരിച്ചതാണെന്നും അവർക്ക് ഊഹിക്കാം. അവർ കുരുമുളകിനെ കറുത്ത സ്വർണം എന്ന് വിളിക്കുന്നു. മണികണ്ഠൻ അറബ് വ്യാപാരികളുമായി ചർച്ച നടത്താൻ തുറമുഖത്തെത്തി. അവൻ അവരുടെ ഭാഷയിൽ കുറച്ച് വാക്കുകൾ പറയാൻ പഠിച്ചിരുന്നു. സലാം, ശുക്രൻ, ബിസ്മില്ലാഹ് എന്നിങ്ങനെയൊക്കെ. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുരുമുളക് ഏതാണ്? ഒരു വൃദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് മലബാറിലെ മലകളിൽ നിന്നുള്ളതായിരിക്കണം. അതിനൊരു പ്രത്യേക മണമുണ്ട്, പുതിയ മഴയുടെയും മണ്ണിൻ്റെയും മണം. അവർ കയ്യിലെ ഒരു ചെറിയ ചാക്ക് തുറന്നു. അതിൽ നിന്ന് ഒരു മണം പുറത്തു വന്നു. മണികണ്ഠന് അത് മഴയും ചെടികളും കലർന്നൊരു മണമാണെന്ന് തോന്നി. അറബ് ഭൂഗോളശാസ്ത്രജ്ഞനായ അൽ ഇദ്രിസി 12-ാം നൂറ്റാണ്ടിൽ തന്റെ ഭൂപടത്തിൽ കോഴിക്കോടിനെ അൽ കാലിക്കൂത്ത് എന്ന് രേഖപ്പെടുത്തി. അവിടെ കുരുമുളക്, ഇഞ്ചി, മുന്തിരി എന്നിവ ലഭ്യമാണെന്നും അദ്ദേഹം രേഖപ്പെടുത്തി. ഈ ഭൂപടം യൂറോപ്പിലെ രാജാക്കന്മാർക്ക് വലിയ ആകർഷണമായിരുന്നു. കോഴിക്കോട്ടിലെ സുഗന്ധവ്യഞ്ജന മാർക്കറ്റ് ഒരു സജീവമായ ലോകമാണ്. വിവിധ തരം കുരുമുളകുകൾ വിവിധ സ്റ്റാളുകളിൽ പ്രദർശിപ്പിക്കുന്നു. ചെറിയതും വലുതും, കറുത്തതും ചുവപ്പും. ഒരു വ്യാപാരി പറയുന്നു, ഈ ചാക്കിലുള്ളത് കഴിഞ്ഞ മഴക്കാലത്തെ വിളവാണ്. ഇതിനൊരു കനത്ത രുചിയുണ്ട്. മറ്റൊരാൾ പറയുന്നു, എൻ്റെ കുരുമുളക് കൂടുതൽ മധുരമുള്ളതാണ്. അത് കുറച്ചു കാലം മുമ്പ് വിളവെടുത്തതാണ്. അവർ തമ്മിൽ യാതൊരു കലഹവുമില്ല. പകരം അവർ പരസ്പരം സഹായിക്കുന്നു. ഒരു ചെറിയ ചോദ്യം ചരിത്രകാരന്മാർ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. അറബ് വ്യാപാരികൾ കുരുമുളകിൻ്റെ മൂല്യം യൂറോപ്പിലേക്ക് കൊണ്ടുപോയതാണോ അതോ അവർ തന്നെ ആ വില സൃഷ്ടിച്ചതാണോ എന്ന കാര്യം. ചിലർ പറയുന്നു അവർ കുരുമുളകിനെ മധ്യസ്ഥനായ ചരക്കാക്കി മാറ്റിയെന്ന്. മറ്റു ചിലർ പറയുന്നു അതിൻ്റെ വില പ്രാദേശികമായി നിശ്ചയിക്കപ്പെട്ടതാണെന്ന്. ഉത്തരം ആർക്കും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അറബ് വ്യാപാരികൾ കോഴിക്കോട്ട് സ്ഥിരതാമസമാക്കിയവരാണ്. അവർ തങ്ങളുടെ കുടുംബങ്ങളെ കൊണ്ടുവന്നു, പള്ളികൾ പണിതു, സ്ഥാനികരുമായി വിവാഹം കഴിച്ചു. ഇന്ന് കോഴിക്കോട്ടിലെ പല മലയാളി കുടുംബങ്ങളുടെ പേരുകളിലും മൊയ്തീൻ, ഹാജി, ഷെയ്ഖ് എന്നീ പദങ്ങൾ കാണാം. അവ അറബ് സ്വാധീനത്തിൻ്റെ അടയാളങ്ങളാണ്. ഒരു ചെറിയ കഥ പറയുകയാണെങ്കിൽ, ഒരു അറബ് വ്യാപാരി കോഴിക്കോട്ട് വന്ന് കുരുമുളക് വാങ്ങിയിരുന്നു. അയാൾ മടങ്ങുമ്പോൾ അയാളുടെ കപ്പലിന് തീ പിടിച്ചു. അയാളുടെ ചരക്ക് മുഴുവൻ നശിച്ചു. എന്നാൽ അയാൾ തിരിച്ചു വന്നപ്പോൾ സാമൂതിരി അയാളോട് പറഞ്ഞു, നീ വീണ്ടും വാങ്ങുക, ഞാൻ നിനക്ക് കടം തരാം. അയാൾ അങ്ങനെ തന്നെ ചെയ്തു. പിന്നീട് അയാൾ സമ്പന്നനായി കോഴിക്കോട്ട് തന്നെ താമസമാക്കി. ഇത്തരം കഥകൾ അറബ് വ്യാപാരികൾക്കിടയിൽ പ്രചരിച്ചു. അത് കൂടുതൽ പേരെ ആകർഷിച്ചു. പിന്നെ ഒരു അറബ് വ്യാപാരി കോഴിക്കോട്ടിലെ മീൻകറിയെക്കുറിച്ച് പരാതിപ്പെട്ടു. ഇത് വളരെ മധുരമാണ്, എനിക്ക് മധുരമില്ലാത്തതാണ് ഇഷ്ടം. ഒരു മലയാളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ വന്നത്? പിന്നീട് അവൻ മധുരമില്ലാത്ത മീൻകറി ഉണ്ടാക്കാൻ പഠിച്ചു. ഇന്ന് അതാണ് കോഴിക്കോട്ടിലെ പ്രശസ്തമായ മീൻകറി വറ്റി. കുരുമുളകിൻ്റെ വില അറബ് വ്യാപാരികളിൽ മാത്രമല്ല അവരുടെ സംസ്കാരത്തിലും ഇടം പിടിച്ചിരുന്നു. ഒരു വീട്ടിൽ കുരുമുളകില്ലെങ്കിൽ അത് ഒരു വീടല്ല എന്നവർ പറയുമായിരുന്നു. അവർ കുരുമുളകിനെ അൽ ഫിൽഫിൽ എന്ന് വിളിച്ചു. അവർ അത് മാത്രമല്ല, അതിൻ്റെ സുഗന്ധത്തിൽ ഒരു ദൈവിക ഊർജം കാണുമായിരുന്നു. ഒരു ചരിത്ര വസ്തുതയാണ്, അറബ് വ്യാപാരികൾ കോഴിക്കോട്ട് നിന്ന് കുരുമുളകെടുത്ത് അദൻ, മുസൈലം, ഒമാൻ എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് അത് യൂറോപ്പിലേക്ക് വിതരണം ചെയ്തു. ഈ പാത ഇന്ന് സുഗന്ധവ്യഞ്ജന പാത എന്നറിയപ്പെടുന്നു. കോഴിക്കോട്ടിലെ സുഗന്ധവ്യഞ്ജന മാർക്കറ്റ് ഒരു ജീവനുള്ള ജീവി പോലെയാണ്. അത് ഉണരുന്നു, ശ്വസിക്കുന്നു, വളരുന്നു. ഓരോ പുതിയ കപ്പലും ഒരു പുതിയ ചരക്ക് കൊണ്ടുവരുമ്പോൾ മാർക്കറ്റ് അതിനനുസരിച്ച് മാറുന്നു. അറബ് വ്യാപാരികൾ അതിൻ്റെ ഹൃദയമാണ്. അവർ വ്യാപാരം മാത്രമല്ല, സംസ്കാരവും കൊണ്ടുവന്നു. അവർ മലയാളത്തിൽ അറബി പദങ്ങൾ കലർത്തി, പള്ളികളിൽ മലയാളി ശില്പികളെ ഉപയോഗിച്ചു, സ്ഥാനിക ഭക്ഷണത്തിൽ അറബി രുചികൾ ചേർത്തു. പക്ഷെ മണികണ്ഠൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. അറബ് വ്യാപാരികൾ വ്യാപാരത്തിന് വരുന്നു, പക്ഷേ അവർ ഒരിക്കലും ഭരിക്കാൻ വരില്ല. അവർ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ യൂറോപ്പിൽ നിന്ന് വരാൻ പോകുന്നവർ അങ്ങനെയല്ല. അവർ വ്യാപാരം മാത്രമല്ല ആഗ്രഹിക്കുന്നത്,
അവർ ഭൂമിയെ ആഗ്രഹിക്കുന്നു. അവർ സമ്മാനങ്ങൾ കൊണ്ടുവരില്ല, പീരങ്കികൾ കൊണ്ടുവരും. അവർ ചർച്ച ചെയ്യില്ല, ആവശ്യപ്പെടും. അങ്ങനെയാണ് ഇന്നത്തെ രാത്രിയിൽ കോഴിക്കോട്ടിലെ മാർക്കറ്റ് അറബ് വ്യാപാരികളുടെ ചിരിയിൽ നിറഞ്ഞിരിക്കുന്നത്. മണികണ്ഠന്റെ യൗവനം കോഴിക്കോടിന്റെ സമൃദ്ധിയുടെ നിഴലിൽ കഴിഞ്ഞു. അവനൊരു രാജകുമാരനല്ല, പക്ഷേ അവന്റെ മനസ്സ് ഒരു രാജാവിനെ പോലെയാണ്. അവൻ ചെറുപ്പത്തിൽ തന്നെ ഭാഷകളും നയതന്ത്രവും പഠിക്കാൻ തുടങ്ങി. അവന്റെ അച്ഛൻ ഒരു ചെറിയ വ്യാപാരിയായിരുന്നു, പക്ഷെ അദ്ദേഹം തന്റെ മകനെ ഒരു ഉപദേഷ്ടാവാക്കാൻ ആഗ്രഹിച്ചു. നീ ഭാഷകൾ പഠിക്കണം, അദ്ദേഹം അവനോട് പറയുമായിരുന്നു. ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ അവന്റെ ഭാഷ മനസ്സിലാക്കണം. മണികണ്ഠൻ ആ വാക്കുകൾ മനസ്സിലാക്കി. അവൻ മലയാളം മാത്രമല്ല, അറബി, തമിഴ്, സംസ്കൃതം എന്നിവയും പഠിച്ചു. പിന്നീട് ചൈനീസ് ഭാഷയിലെ ചില പദങ്ങൾ പഠിക്കാൻ തുടങ്ങി. അവൻ പറയുമായിരുന്നു, ഭാഷ ഒരു കഥകാണ്. ഓരോ ഭാഷയും ഒരു പുതിയ ലോകത്തേക്ക് തുറക്കുന്നു. അവന്റെ പഠനം കേവലം പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. അവൻ വിദേശ വ്യാപാരികളോടൊപ്പം സംസാരിച്ചു പഠിച്ചു. കോഴിക്കോട്ടിലെ ഒരു രാജകുടുംബം ഒരു പ്രത്യേക പഠനകേന്ദ്രം പരിപാലിച്ചിരുന്നു. അതിനെ മന്ത്രിമണ്ഡല പാഠശാല എന്നു വിളിച്ചു. അവിടെ യുവ ഉപദേഷ്ടാക്കൾക്ക് ഭാഷ, നയതന്ത്രം, ഗണിതം, ജ്യോതിഷം എന്നിവ പഠിപ്പിച്ചു. ഇത് ഒരു പുതിയ തരം രാഷ്ട്രീയ പരിശീലനമായിരുന്നു. അങ്ങനെ മണികണ്ഠൻ ആ പാഠശാലയിൽ പഠിച്ചു. അവൻ പഠിച്ചത് കേവലം വിഷയങ്ങൾ മാത്രമല്ല, മറിച്ച് മനുഷ്യരെ മനസ്സിലാക്കാനുള്ള കഴിവും കൂടിയായിരുന്നു. അവൻ പറയുമായിരുന്നു, ഒരു വ്യാപാരിയുടെ മുഖഭാവം നോക്കിയാൽ തന്നെ അവൻ സത്യമാണോ പറയുന്നതെന്ന് മനസ്സിലാക്കാം. ചൈനക്കാർ ചിരിക്കുമ്പോൾ കണ്ണുകൾ അടയ്ക്കുന്നില്ല. അറബികൾ സംസാരിക്കുമ്പോൾ കൈകൾ ഉപയോഗിക്കുന്നു. ആഫ്രിക്കക്കാർ ശബ്ദത്തിൻ്റെ ഉയരം കൊണ്ട് ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നെല്ലാം അവൻ പഠിച്ചു. ഈ ചെറിയ കാര്യങ്ങൾ അവൻ്റെ നയതന്ത്രത്തിന് വലിയ സഹായമായി. കോഴിക്കോടിൻ്റെ നയതന്ത്ര വിജയത്തിന് പിന്നിൽ ഒരു സംഘടിത പരിശീലന സമ്പ്രദായമായിരുന്നു, അതോ പ്രാദേശിക ബുദ്ധിയുടെ ഫലമായിരുന്നോ എന്ന് ചരിത്രകാരന്മാർ സംശയിക്കുന്നു. ചിലർ പറയുന്നു ഇതൊരു പ്രത്യേക സ്കൂൾ മൂലമാണെന്ന്. മറ്റു ചിലർ പറയുന്നത് ഇത് സ്വാഭാവികമായ പരിചയത്തിൻ്റെ ഫലമാണെന്ന്. ഉത്തരം ആർക്കും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. മണികണ്ഠന്റെ പഠനം കേവലം ഭാഷയിലും നയതന്ത്രത്തിലും മാത്രം ഒതുങ്ങിയിരുന്നില്ല. അവൻ കപ്പലുകളെക്കുറിച്ച് പഠിച്ചു. അവ എങ്ങനെ പണിയുന്നു, എങ്ങനെ നാവികനായി നയിക്കുന്നു. അവൻ തുറമുഖത്ത് പോയി ചൈനീസ് ജങ്കുകളുടെ ഘടന നോക്കി. കപ്പലിൻ്റെ ക്രമീകരണം, പായ്മരങ്ങളുടെ എണ്ണം, കപ്പലിൻ്റെ ഉള്ളിലെ മുറികൾ എല്ലാം അവൻ ശ്രദ്ധിച്ചു. അവൻ പറയുമായിരുന്നു, ഒരു കപ്പലിൻ്റെ രൂപം അതിൻ്റെ ഉടമയുടെ മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്നു. ഒരിക്കൽ ഒരു ചൈനീസ് നാവികൻ മണികണ്ഠനോട് പറഞ്ഞു, നിങ്ങളുടെ കപ്പലുകൾ വളരെ ചെറുതാണ്. അവയിൽ ഞങ്ങൾക്ക് നടക്കാൻ പോലും സ്ഥലമില്ല. മണികണ്ഠൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ കപ്പലിൽ ഞങ്ങൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു മുറിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാൻ 10 മിനിറ്റ് എടുക്കും. ഇരുവരും ചിരിച്ചു. പിന്നീട് അവർ പരസ്പരം കപ്പലണിയിലെ രഹസ്യങ്ങൾ പങ്കുവച്ചു. മണികണ്ഠൻ മാത്രമല്ല, സാമൂതിരിയും അവനെ പ്രോത്സാഹിപ്പിച്ചു. രാജാവ് പറയുമായിരുന്നു, ഒരു ഉപദേഷ്ടാവിന് ലോകത്തെ മനസ്സിലാക്കാൻ പറ്റണം. അവൻ കേവലം കൊട്ടാരത്തിനുള്ളിൽ ഇരിക്കരുത്. അതിനാൽ മണികണ്ഠൻ തുറമുഖത്ത് പോയി വ്യാപാരികളോടൊപ്പം സംസാരിച്ചു, കപ്പലുകളെ നിരീക്ഷിച്ചു. അവൻ പഠിച്ചത് പുസ്തകങ്ങളിൽ നിന്നല്ല, മറിച്ച് ജീവിതത്തിൽ നിന്നാണ്. കോഴിക്കോട്ടിലെ രാജകുടുംബം വിദേശ വ്യാപാരികളുടെ കുടുംബങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തി. ചില രാജകുമാരിമാർ അറബ് വ്യാപാരികളുമായി വിവാഹം കഴിച്ചു. ഇത് വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിച്ചു. മണികണ്ഠൻ പഠിച്ചത് കേവലം വിദേശ സംസ്കാരങ്ങളെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് അവയെ എങ്ങനെ സമീപിക്കണമെന്നുമായിരുന്നു. അങ്ങനെ മണികണ്ഠൻ മനസ്സിലാക്കി, ചൈനക്കാർ നേരിട്ടുള്ള ചർച്ച ഇഷ്ടപ്പെടില്ല. അവർ പരോക്ഷമായ ഭാഷ ഉപയോഗിക്കുമെന്നും അറബികൾ ഭാവുകത്വത്തോടെയുള്ള സംസാരം ഇഷ്ടപ്പെടുന്നുവെന്നും ആഫ്രിക്കക്കാർ സംഗീതത്തിലൂടെയും കഥകളിലൂടെയും ആശയം പ്രകടിപ്പിക്കുന്നുവെന്നും ഈ അറിവ് അവൻ്റെ ചർച്ചകളിൽ വലിയ വ്യത്യാസം വരുത്തി. പക്ഷേ മണികണ്ഠൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. യൂറോപ്പിൽ നിന്ന് വരാൻ പോകുന്ന പുതിയ വ്യാപാരികൾക്ക് ഈ നയതന്ത്ര രീതികൾ ഇഷ്ടപ്പെടില്ല. അവർ ചർച്ച ചെയ്യാൻ വരില്ല,
ആവശ്യപ്പെടാൻ വരും. അവർ ഭാഷ ഉപയോഗിക്കില്ല, പീരങ്കികൾ ഉപയോഗിക്കും. അവർ ബന്ധമുണ്ടാക്കാൻ വരില്ല, ഭരണം സ്ഥാപിക്കാൻ വരും. പക്ഷേ അതിനിയും അകലെയായിരുന്നു. ഇന്നത്തെ രാത്രിയിൽ മണികണ്ഠൻ തുറമുഖത്തിന് സമീപമിരുന്ന് ചൈനീസ് പാട്ടുകൾ പഠിക്കുകയാണ്. അവർ വരുമെന്ന് അവൻ വിശ്വസിക്കുന്നു. പക്ഷേ എപ്പോഴെന്ന് അവന് അറിയില്ല. കരുത്ത കുരുമുളക് ലോകത്തിന്റെ ഏറ്റവും വിലയേറിയ ചരക്കായി മാറിയത് എങ്ങനെയാണെന്ന് ആർക്കും വ്യക്തമായി പറയാനറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അതൊരു ഭക്ഷണത്തിന്റെ ഭാഗമായി മാത്രമല്ല, മറിച്ച് ഒരു സാമ്പത്തിക പ്രതീകമായിരുന്നു. യൂറോപ്പിലെ രാജാക്കന്മാർ കുരുമുളകിനെ കറുത്ത സ്വർണം എന്ന് വിളിച്ചു. ഒരു ചെറിയ ചാക്ക് കുരുമുളക് ഒരു കുടുംബത്തിന്റെ വാർഷിക വരുമാനത്തിന് തുല്യമായിരുന്നു. പക്ഷേ ഇതിന്റെ യഥാർത്ഥ ഉറവിടം എവിടെയാണെന്നവർക്കറിയില്ലായിരുന്നു. കുരുമുളക് ആഫ്രിക്കയിലോ ചൈനയിലോ അല്ലെങ്കിൽ ഒരു പുതിയ ഭൂഖണ്ഡത്തിലോ നിന്നാണ് വരുന്നതെന്നവർ കരുതി. അറബ് വ്യാപാരികൾ അതിന്റെ വില കൂട്ടാൻ ഒരു രഹസ്യം പിന്തുടർന്നു. അവർ കുരുമുളകിന്റെ യഥാർത്ഥ ഉറവിടം മറച്ചുവെച്ചു. അവർ പറഞ്ഞു, അതൊരു നദിയിൽ നിന്നാണ് വരുന്നത്. അതിനു ചുറ്റും പാമ്പുകളും രാക്ഷസന്മാരുമുണ്ട്. അത് വിളവെടുക്കാൻ വളരെ അപകടമാണ്. ഈ കഥ യൂറോപ്പിൽ പ്രചരിച്ചു. അതുകൊണ്ട് തന്നെ കുരുമുളകിന്റെ മൂല്യം കൂടുതൽ ഉയർന്നു. മധ്യകാല യൂറോപ്പിൽ കുരുമുളക് മാത്രമല്ല, അതിന്റെ സംഭരണത്തിനും ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. ചില രാജകുടുംബങ്ങൾ അതൊരു പ്രത്യേക പെട്ടിയിൽ സൂക്ഷിച്ചു. അതിനു പ്രത്യേക താക്കോൽ ഉണ്ടായിരുന്നു. ഭക്ഷണത്തിൽ അത് ഉപയോഗിക്കുമ്പോൾ മാത്രമേ ആ പെട്ടി തുറന്നിരുന്നുള്ളൂ. കോഴിക്കോട്ടിലെ കർഷകർക്ക് ഇതൊന്നും അറിയില്ല. അവർ കുരുമുളക് വിളവെടുക്കുന്നു, ചെറിയ തുകയ്ക്ക് വിൽക്കുന്നു, പിന്നീടത് ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരുടെ ഭക്ഷണത്തിൽ എത്തുന്നു. ഒരു കർഷകൻ പറയുമായിരുന്നു, ഞാനിത് വിതയ്ക്കുന്നു, പക്ഷേ ആർക്കാണിത് പോകുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ചിന്തിച്ചിരുന്നത് ഇത് സമീപത്തെ നഗരത്തിലെ ആളുകൾക്കാണെന്നായിരുന്നു. അവന്റെ മകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പാ, ഇത് യൂറോപ്പിലെ രാജാവിന്റെ പ്ലേറ്റിലാണെത്തുന്നത്. കുരുമുളകിന്റെ വില ഇത്ര ഉയർന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. അത് ഭക്ഷണത്തിന് രുചി കൂട്ടുക മാത്രമല്ല, മറിച്ച് ഭക്ഷണം സംഭരിക്കാനും ഉപയോഗിച്ചിരുന്നു. മധ്യകാല യൂറോപ്പിൽ ഭക്ഷണം ദീർഘനാൾ സംഭരിക്കാൻ സാധിച്ചിരുന്നില്ല. മാംസം പെട്ടെന്ന് ചീഞ്ഞു പോകും. കുരുമുളക് അതിനെ ചീഞ്ഞു പോകാതെ സൂക്ഷിക്കാൻ സഹായിച്ചു. അതിനാൽ തന്നെ അതിന് വലിയ ആവശ്യകതയുണ്ടായിരുന്നു. കുരുമുളകിന്റെ വില യൂറോപ്പിൽ ഉയർന്നത് അതിന്റെ യഥാർത്ഥ ഉപയോഗത്തിനാണോ അതോ അറബ് വ്യാപാരികൾ സൃഷ്ടിച്ച ഒരു വ്യാജ ആവശ്യകതയാണോ എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. ചിലർ പറയുന്നു അത് യഥാർത്ഥ ആവശ്യമാണെന്ന്. മറ്റു ചിലർ പറയുന്നു അത് ഒരു വ്യാപാര തന്ത്രമാണെന്ന്. യാഥാർത്ഥ്യം ആർക്കും അറിയില്ല. കുരുമുളകിന്റെ വില ഉയർന്നതോടെ അതിനെക്കുറിച്ച് ഒരു പുതിയ സംസ്കാരവും ഉരുത്തിരിഞ്ഞു. യൂറോപ്പിലെ ധനികർ കുരുമുളക് ഉപയോഗിച്ച് അവരുടെ സമ്പത്ത് പ്രദർശിപ്പിക്കുമായിരുന്നു. ഒരു ഭക്ഷണത്തിൽ അമിതമായി കുരുമുളക് ഉപയോഗിക്കുന്നത് ഒരു സ്റ്റാറ്റസ് ചിഹ്നമായി മാറി. ഇത്രയും കുരുമുളക് ഉപയോഗിക്കാൻ പറ്റുന്നവൻ വളരെ സമ്പന്നനാണ് എന്നായിരുന്നു ചിന്ത. ചിലർ കുരുമുളക് കഴിക്കാതെ തന്നെ അത് പേഴ്സിൽ കൊണ്ടു നടന്നു. അത് സമ്പത്തിന്റെ അടയാളമായിരുന്നു. ഒരിക്കൽ ഒരു യൂറോപ്യൻ രാജാവ് തന്റെ ഭക്ഷണത്തിൽ അമിതമായി കുരുമുളക് ഉപയോഗിച്ചു. പിന്നീട് അദ്ദേഹത്തിന് നന്നായി ദാഹിച്ചു. അദ്ദേഹത്തിന്റെ സേവകൻ പറഞ്ഞു, മഹാരാജ, നിങ്ങൾ കുരുമുളക് കുറച്ചു ഉപയോഗിച്ചാൽ മതി. രാജാവ് പറഞ്ഞു, ഞാൻ കുറച്ചുപയോഗിച്ചാൽ എൻ്റെ സമ്പത്ത് ആർക്കറിയാം? ഇന്നത് നമ്മെ ചിരിപ്പിക്കുന്നു, പക്ഷേ അന്നത് ഒരു ഗൗരവമുള്ള കാര്യമായിരുന്നു. കോഴിക്കോട്ടിലെ കർഷകർ കുരുമുളക് വിളവെടുക്കുന്നത് വളരെ ലളിതമായ രീതിയിലാണ്. അവർ ചെറിയ കൃഷിയിടങ്ങളിൽ നിന്ന് കായ്കൾ കൊയ്തെടുക്കുന്നു. പിന്നീട് അവ വെയിലത്ത് വെച്ച് ഉണക്കുന്നു. ഉണങ്ങിയ കായ്കൾ കറുത്തതാകുന്നു. അതാണ് കുരുമുളക്. ഇതൊരു കുടുംബത്തൊഴിലായിരുന്നു. അമ്മമാർ, മക്കൾ, മുത്തച്ഛന്മാർ എല്ലാവരും പങ്കെടുക്കുന്നു. ഒരു ചെറിയ കുട്ടി പറയുമായിരുന്നു, ഞാൻ കുരുമുളക് കൊയ്യുമ്പോൾ എനിക്ക് തോന്നും ഞാൻ ലോകത്തിനെന്തോ നൽകുകയാണെന്ന്. കോഴിക്കോട്ടിലെ കർഷകർ കുരുമുളക് വിളവെടുക്കുന്നതിന് ഒരു പ്രത്യേക കാലാവസ്ഥ ആവശ്യമായിരുന്നു. മഴയും ചൂടും കലർന്ന ഒരു നേരം. അതിനാൽ തന്നെ അവർ കൃഷി കാലാവസ്ഥയെ ആധാരമാക്കി ജീവിതം ക്രമീകരിച്ചു. ഇതൊരു പുതിയ തരം കാലഗണനയ്ക്ക് വഴി തുറന്നു. കുരുമുളകിന്റെ വില ഉയർന്നതോടെ അതിനെക്കുറിച്ച് ഒരു പുതിയ ഭയവും ഉരുത്തിരിഞ്ഞു. യൂറോപ്പിലെ രാജാക്കന്മാർ കുരുമുളകിന്റെ ഉറവിടം കണ്ടെത്താൻ തുടങ്ങി. അവർ പറഞ്ഞു, നമുക്ക് നേരിട്ട് വാങ്ങാൻ പറ്റിയാൽ അറബ് വ്യാപാരികളെ ഒഴിവാക്കാം. അവർ സമുദ്രങ്ങൾ കടക്കാൻ തുടങ്ങി. അവർ ഭയപ്പെട്ടത് കടലല്ല, മറിച്ച്
കുരുമുളകില്ലാത്ത ഒരു ഭാവിയെയായിരുന്നു. പക്ഷേ കോഴിക്കോട്ടിലെ കർഷകർക്ക് ഇതൊന്നും അറിയില്ല. അവർ ഇപ്പോഴും സൂര്യതാപത്തിൽ കുരുമുളക് ഉണക്കുന്നു, ചെറിയ തുകയ്ക്ക് വിൽക്കുന്നു. അവർ അറിയുന്നില്ല അവരുടെ കൈകളിൽ നിന്ന് പുറപ്പെടുന്ന ഈ ചെറിയ കുരുക്കൾ ലോകത്തിൻ്റെ ചരിത്രം മാറ്റാൻ പോകുന്നു എന്ന്. പക്ഷേ അതിനിയും അകലെയായിരുന്നു. ഇന്നത്തെ രാത്രിയിൽ ഒരു കർഷകൻ തൻ്റെ കൃഷിയിടത്തിലിരുന്ന് കുരുമുളകിൻ്റെ ചെടിയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് വളരുന്നത് കാണാൻ അവന് സന്തോഷമാണ്. ആഫ്രിക്കൻ തീരത്തുകൂടി സഞ്ചരിക്കുന്ന പോർച്ചുഗീസ് കപ്പലുകൾ പുതിയൊരു തരം യാത്രയിലാണ്. അവർ വരുന്നത് സമാധാനത്തിനല്ല, മറിച്ച് ഭൂമി കണ്ടെത്താനും കീഴടക്കാനുമാണ്. അവരുടെ കപ്പലുകൾ ചെറുതല്ല. അവയുടെ പായകളിൽ ക്രോസ് ചിഹ്നവും ഉള്ളിൽ പീരങ്കികളുമുണ്ട്. അവർ വരുന്ന ഓരോ തീരത്തും അവർ ഒരു കോട്ട പണിയുന്നു, ഒരു പള്ളി ഉയർത്തുന്നു, പിന്നെ ഇത് ഞങ്ങളുടേതാണ് എന്ന് പറയുന്നു. ഈ യാത്രയുടെ നേതാവായ വാസ്കോ ഡ ഗാമ ഒരു നാവികനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു യോദ്ധാവിൻ്റെ പോലെയാണ്. അദ്ദേഹം തൻ്റെ ദിവ്യദൗത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ പേരിൽ കുരുമുളകിൻ്റെ വഴി തുറക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കപ്പലിൻ്റെ ദിശ മാറ്റുന്നത് ദൈവമല്ല, മറിച്ച് പൊന്നാണ്. അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ പോകുന്നത് കുരുമുളകിന് വേണ്ടിയല്ല, മറിച്ച് അതിൻ്റെ നിയന്ത്രണം കയ്യിലാക്കാൻ വേണ്ടിയാണ്. പോർച്ചുഗീസ് കപ്പലുകൾ ആഫ്രിക്കൻ തീരത്തെത്തിയപ്പോൾ അവർ ആദ്യം ചെയ്തത് സമാധാനം സംസാരിക്കുകയല്ല, മറിച്ച് പീരങ്കികൾ ഉയർത്തുകയായിരുന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ സ്വാഗതം ചെയ്യണം, ഞങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും നൽകണം. അവർ ചർച്ച ചെയ്യാൻ വന്നതല്ല, ആവശ്യപ്പെടാൻ വന്നു. ഒരു പ്രാദേശികൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? വാസ്കോ ഡ ഗാമ പറഞ്ഞു, കുരുമുളക് വാങ്ങാൻ. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കത് വാങ്ങാൻ പറ്റില്ല, അത് വിൽക്കാൻ മാത്രമേ പറ്റൂ. ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ പോർച്ചുഗീസ് നാവികർ ആഫ്രിക്കൻ തീരത്ത് ആദ്യമായി എത്തിയത് 1498 ബാർട്ടലോമിയോ ഡിയാസ് നയിച്ച യാത്രയിലാണ്. അവർ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിത്തിരികെ പോയി, കാരണം കിഴക്കോട്ട് മുന്നേറാനുള്ള ഉത്തരവ് പോർച്ചുഗൽ ഗവൺമെൻറ് നൽകിയിരുന്നില്ല. അതിനാൽ വാസ്കോ ഡ ഗാമയുടെ യാത്ര അതിൻ്റെ തുടർച്ചയായിരുന്നു. പോർച്ചുഗീസ് കപ്പലുകൾ ആഫ്രിക്കയിൽ നിന്ന് കിഴക്കോട്ട് പോകുമ്പോൾ അവർ സമുദ്രത്തിൻ്റെ രീതികൾ പഠിച്ചു. അവർ മാപ്പുകൾ നിർമ്മിച്ചു, കാറ്റിൻ്റെ പാതകൾ രേഖപ്പെടുത്തി, നക്ഷത്രങ്ങളുടെ സ്ഥാനം ഉപയോഗിച്ച് ദിശ കണ്ടെത്തി. അവർ പറയുമായിരുന്നു, ഈ സമുദ്രം ഞങ്ങളുടേതാക്കാൻ പറ്റും. അവർ സമുദ്രത്തെ ഒരു ശത്രുവായി കാണുന്നു, അതിനെ ജയിക്കണം എന്നു കരുതുന്നു. പോർച്ചുഗീസ് നാവിക സാങ്കേതിക വിദ്യ യഥാർത്ഥത്തിൽ അവരുടേതായിരുന്നോ, അതോ അറബ്, ചൈന, ഇന്ത്യൻ നാവിക രഹസ്യങ്ങൾ അവർ കടിച്ചെടുത്തതായിരുന്നോ? ചരിത്രകാരന്മാർ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. ചിലർ പറയുന്നു അവർ സ്വന്തമായി കണ്ടുപിടിച്ചതാണെന്ന്, മറ്റു ചിലർ പറയുന്നു അവർ മറ്റുള്ളവരുടെ അറിവ് ഉപയോഗിച്ചുവെന്ന്. പോർച്ചുഗീസ് കപ്പലുകൾ ആഫ്രിക്കയിൽ നിന്ന് കിഴക്കോട്ട് നീങ്ങുമ്പോൾ അവർ സമുദ്രത്തിൻ്റെ ഭാഷ പഠിക്കുന്നു. പക്ഷേ അത് സംസാരിക്കാനല്ല, മറിച്ച് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. അവർ കാറ്റിനെ വിശകലനം ചെയ്യുന്നു, തിരമാലകളെ കണക്കാക്കുന്നു, നക്ഷത്രങ്ങളെ ഉപയോഗിച്ച് തങ്ങളുടെ സ്ഥാനം നിർണയിക്കുന്നു. അവർ ഒരു പുതിയ തരം കപ്പലുകൾ ഉപയോഗിക്കുന്നു, കാരവെല്ലുകൾ. അവയ്ക്ക് 3 പായ്മരങ്ങളും നല്ല വേഗതയുമുണ്ട്. അവർ പറയുമായിരുന്നു, ഈ കപ്പലുകൾ സമുദ്രത്തെ അടിമയാക്കും. ഒരിക്കൽ ഒരു പോർച്ചുഗീസ് നാവികൻ ആഫ്രിക്കൻ തീരത്തെ ഒരാളോട് ചോദിച്ചു, ഇവിടെ നിന്ന് കിഴക്കോട്ട് എങ്ങനെ പോകാം? അയാൾ ചൂണ്ടിക്കാണിച്ചു, സൂര്യൻ ഉദിക്കുന്ന ദിശയിലേക്ക് പോകൂ. നാവികൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ നക്ഷത്രങ്ങൾ ഉപയോഗിക്കാം. സ്ഥാനികൻ പറഞ്ഞു, ഞങ്ങൾക്ക് അതിനു മുമ്പേ അതൊക്കെ അറിയാം. ഇരുവരും ചിരിച്ചു. പക്ഷേ പോർച്ചുഗീസ് അവൻ്റെ മാപ്പിൽ ഒന്നും രേഖപ്പെടുത്തിയില്ല. പോർച്ചുഗീസ് കപ്പലുകൾ ആഫ്രിക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവർ അവിടുത്തുകാരെ കൊണ്ടുപോയില്ല, മറിച്ച് അവരുടെ അറിവ് കൊണ്ടുപോയി. അവർ ആഫ്രിക്കൻ നാവികരുടെ കാറ്റിനെക്കുറിച്ചുള്ള അറിവ് ഉപയോഗിച്ചു. അവർ അറബ് വ്യാപാരികളുടെ മാർഗങ്ങൾ പിന്തുടർന്നു. പക്ഷേ അവരതിന് ക്രെഡിറ്റ് നൽകിയില്ല. ഞങ്ങൾ ലോകത്തിന് പുതിയ വഴികൾ തുറന്നുകൊടുത്തു എന്നാണ് അവർ പറയുന്നത്. ഒരു ചരിത്ര വസ്തുതയാണ്, പോർച്ചുഗീസ് നാവികർ
ആഫ്രിക്കൻ തീരത്ത് സ്ഥാപിച്ച കോട്ടകളിൽ ഒന്നായിരുന്നു സെന്റ് ജോർജ് ഡ മിനാ കോട്ട. ഇന്നത്തെ ഘാനയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് അവർ സ്വർണവും അടിമകളെയും കൊണ്ടുപോയി. ഇത് യൂറോപ്യൻ കൊളോണിവാദത്തിൻ്റെ തുടക്കമായിരുന്നു. പോർച്ചുഗീസ് കപ്പലുകൾ കിഴക്കോട്ട് നീങ്ങുമ്പോൾ അവരൊരു പുതിയ മനോഭാവം കൊണ്ടുവന്നു. ഭൂമിയെ കീഴടക്കാനുള്ള ആഗ്രഹം. അവർ സമാധാനത്തിനു വരുന്നില്ല, മറിച്ച് അധികാരത്തിനു വരുന്നു. അവർ വ്യാപാരം ചെയ്യാൻ വരുന്നില്ല, മറിച്ച് നിയന്ത്രണം ഏറ്റെടുക്കാൻ വരുന്നു. അവർ സമ്മാനങ്ങൾ കൊണ്ടുവരില്ല, പീരങ്കികൾ കൊണ്ടുവരും. പക്ഷേ കോഴിക്കോട്ടിലെ ജനങ്ങൾ ഇതൊന്നും അറിയില്ല. അവർ ഇപ്പോഴും സമാധാനത്തിൽ ജീവിക്കുന്നു. സാമൂതിരി തൻ്റെ തുറമുഖം തുറന്നുവയ്ക്കുന്നു. മണികണ്ഠൻ പുതിയ ഭാഷകൾ പഠിക്കുന്നു. കർഷകർ കുരുമുളക് വിളവെടുക്കുന്നു. പക്ഷേ അവർ അറിയുന്നില്ല, ആഫ്രിക്കൻ തീരത്തൂടെ സഞ്ചരിക്കുന്ന ഈ കപ്പലുകൾ അവരുടെ ജീവിതത്തെ മാറ്റാൻ പോകുന്നു എന്ന കാര്യം. പക്ഷേ അതിനിയും അകലെയായിരുന്നു. ഇന്നത്തെ രാത്രിയിൽ ഒരു പോർച്ചുഗീസ് നാവികൻ തൻ്റെ കപ്പലിൻ്റെ മുകളിൽ നിന്ന് കിഴക്കോട്ടുള്ള ആകാശത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനപ്പുറം കുരുമുളകും സമ്പത്തുമുണ്ടെന്ന് അവൻ വിശ്വസിക്കുന്നു. കോഴിക്കോട്ടിലെ തുറമുഖത്ത് ഒരു പുതിയ കപ്പൽ കരയിലിറങ്ങുന്നത് ആദ്യം ആരും ശ്രദ്ധിച്ചില്ല. കപ്പലുകൾ ഇവിടെ പതിവ് പോലെ വരുന്നു. പക്ഷേ ഈ കപ്പലിൻ്റെ പായ്ക്കൾ വേറെയാണ്. അവയിൽ ഒരു ക്രോസ് ചിഹ്നവും അതിൻ്റെ മുന്നിൽ 2 പീരങ്കികളുമുണ്ട്. ഒരു ചെറിയ കുട്ടി ചോദിച്ചു, "അമ്മേ, ഇവർ യുദ്ധത്തിന് വരികയാണോ?" അവൻ്റെ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഇല്ല മകനെ, എല്ലാ കപ്പലുകൾക്കും പീരങ്കികളുണ്ടാകും. അവ കടൽ കൊള്ളക്കാരിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയാണ്." പക്ഷേ ഈ പീരങ്കികൾ കൊള്ളക്കാരെ ലക്ഷ്യമാക്കിയായിരുന്നില്ല. കപ്പലിൽ നിന്ന് ഇറങ്ങിയത് വാസ്കോഡ ഗാമയും അവൻ്റെ സൈനികരുമായിരുന്നു. അവർ വേഷം മാറിയവരെ പോലെ തോന്നി. കറുത്ത ഉടുപ്പുകൾ, മുഖത്ത് നീണ്ട താടി, കയ്യിൽ നീണ്ട വാളുകൾ. അവർ തുറമുഖത്ത് നടന്നു. ആരോടും സലാം പറഞ്ഞില്ല. അവർ നേരിട്ട് സാമൂദ്രിയുടെ കൊട്ടാരത്തിലേക്ക് പോയി. മണികണ്ഠൻ അവരെ വഴിയിൽ കണ്ടു. അവൻ അവരോട് പറഞ്ഞു, "നിങ്ങൾ സ്വാഗതം ചോദിക്കണം. ഇത് നമ്മുടെ നിയമമാണ്." വാസ്കോഡ ഗാമ പറഞ്ഞു, "ഞങ്ങൾ സ്വാഗതം ചോദിക്കുന്നില്ല. ഞങ്ങൾ വ്യാപാരം ആവശ്യപ്പെടുന്നു." മണികണ്ഠൻ ആ വാക്കുകൾ ആദ്യമായി കേട്ടു. അവൻ ചൈനീസ്, അറബ്, ആഫ്രിക്കൻ വ്യാപാരികളെ കണ്ടിട്ടുണ്ട്. അവർ എല്ലാം സമ്മാനങ്ങളുമായി വരുന്നു. സമാധാനത്തിൽ സംസാരിച്ചു. പക്ഷേ ഈ മനുഷ്യർ വേറെയാണ്. അവർ സമ്മാനങ്ങൾ കൊണ്ടുവന്നില്ല, പകരം പീരങ്കികൾ കൊണ്ടുവന്നു. അവർ സമാധാനത്തിൽ സംസാരിച്ചില്ല, അവർ ആവശ്യപ്പെട്ടു. മണികണ്ഠൻ സാമൂദ്രിയോട് പറഞ്ഞു, "ഇവർ വ്യത്യസ്തരാണ്. ഇവരെ മനസ്സിലാക്കാൻ പുതിയ രീതികൾ വേണം." സാമൂതിരി വാസ്കോഡ ഗാമയെ കൊട്ടാരത്തിൽ സ്വാഗതം ചെയ്തു. അവന് മുന്നിൽ ഭക്ഷണവും സമ്മാനങ്ങളും വെച്ചു. പക്ഷേ വാസ്കോഡ ഗാമ അത് നോക്കിയില്ല. അവൻ പറഞ്ഞു, "ഞങ്ങൾക്ക് കുരുമുളക് വേണം. നിങ്ങളത് ഞങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കണം." സാമൂതിരി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "വില ചർച്ച ചെയ്യാം. പക്ഷേ നമ്മൾ സമാധാനത്തോടെ വ്യാപാരം ചെയ്യണം." വാസ്കോഡ ഗാമ പറഞ്ഞു, "ഞങ്ങൾക്ക് ചർച്ച വേണ്ട. ഞങ്ങൾക്ക് കുരുമുളക് വേണം" എന്ന് ആവശ്യപ്പെട്ടു. ഒരു ചരിത്ര വിശദീകരണം നോക്കിയാൽ 1498 വാസ്കോഡ ഗാമ കോഴിക്കോട്ടിലെത്തിയപ്പോൾ അവനോട് ചോദിച്ചു, "നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വന്നത്?" അവൻ പറഞ്ഞു, "സ്വർണവും വെള്ളിയും കൊണ്ടുവന്നിട്ടുണ്ട്." സാമൂതിരി പറഞ്ഞു, "ഞങ്ങൾക്ക് സ്വർണവും വെള്ളിയും ആവശ്യമില്ല. ഞങ്ങൾക്ക് കുരുമുളക് മാത്രമേ വിൽക്കാനുള്ളൂ." ഇത് യൂറോപ്പിനെ ഞെട്ടിച്ചു. വാസ്കോഡ ഗാമയുടെ ആവശ്യങ്ങൾ സാമൂതിരിയെ അതിശയിപ്പിച്ചു. അദ്ദേഹം ഒരു വ്യാപാരിയെപ്പോലെ തോന്നിയില്ല, മറിച്ച് ഒരു ആക്രമണകാരിയെപ്പോലെയായിരുന്നു. അവൻ സമ്മാനങ്ങൾ നൽകാൻ വിസമ്മതിച്ചു. പകരം അവൻ പറഞ്ഞു, "ഞങ്ങൾക്ക് കുരുമുളക് വേണം. നിങ്ങളത് ഞങ്ങൾക്ക് നൽകണം." സാമൂതിരി പറഞ്ഞു, "നിങ്ങൾ എന്താണ് മാറ്റാൻ കൊണ്ടുവന്നത്?" വാസ്കോഡ ഗാമ പറഞ്ഞു, "ഞങ്ങൾക്ക് പീരങ്കികളുണ്ട്." സാമൂതിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഞങ്ങൾക്ക് പീരങ്കികൾ വേണ്ട. ഞങ്ങൾക്ക് കുരുമുളക് മാത്രമേ വിൽക്കാനുള്ളൂ." പക്ഷേ വാസ്കോഡ ഗാമ ചർച്ചയിൽ തുടരാൻ തയ്യാറായില്ല. അവൻ തൻ്റെ കപ്പലിലേക്ക് മടങ്ങി. അവൻ പറഞ്ഞു, "ഞാൻ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ എന്നോട് സംസാരിക്കേണ്ടി വരും." മണികണ്ഠൻ അവൻ്റെ മുഖഭാവം നോക്കി. അവൻ പറഞ്ഞു, "അവൻ തിരിച്ചു വരും. പക്ഷേ അപ്പോൾ അവൻ സമാധാനത്തോടെ വരില്ല." കോഴിക്കോട്ടിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടു. പക്ഷേ അവർ പേടിച്ചില്ല. അവർ ഇപ്പോഴും സമാധാനത്തിൽ ജീവിക്കുന്നു. ഒരു വ്യാപാരി പറഞ്ഞു, "ഇവർ പുതിയ ആളുകളാണ്. അവർ നമ്മുടെ രീതി മനസ്സിലാക്കും." മറ്റൊരാൾ പറഞ്ഞു, "എല്ലാവരും
ഒരു ദിവസം സമാധാനം പഠിക്കും. പക്ഷേ മണികണ്ഠന് തോന്നി ഇത് വേറൊരു തരം യാത്രക്കാരാണെന്ന്. അവർ സമാധാനം പഠിക്കാൻ വരുന്നില്ല. അവർ ആഗ്രഹിക്കുന്നത് അധികാരമാണ്. അതിനിടയിൽ വാസ്കോഡഗാമയുടെ കപ്പലിൽ നിന്ന് ഒരു സൈനികൻ കരയിലിറങ്ങി ഒരു മലയാളി സ്ത്രീയോട് ചോദിച്ചു, ഇവിടെ എവിടെയാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുക? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വന്ന് കപ്പലിന് എതിരെയുള്ള കടയിൽ വരൂ. അവൻ പോയി. അവിടെ അവൻ കുരുമുളക് കറി കഴിച്ചു. പിന്നീട് അവൻ കുറച്ചു ദിവസം വയറുവേദന അനുഭവിച്ചു. അവൻ പറഞ്ഞു, ഇവിടെയുള്ള ഭക്ഷണം വളരെ ചൂടാണ്. ഇന്നത് നമ്മെ ചിരിപ്പിക്കുന്നു. പക്ഷേ അന്നത് ഒരു രഹസ്യ വിജയമായിരുന്നു. അങ്ങനെ വാസ്കോഡഗാമ കോഴിക്കോട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവന് കുറച്ച് കുരുമുളക് ലഭിച്ചു. പക്ഷേ അത് സാമൂതിരിയുടെ അനുവാദത്തോടെയല്ല, മറിച്ച് മോഷ്ടിച്ചതാണ്. അവൻ കോഴിക്കോട്ടിലെ വ്യാപാരികളെ ഭയപ്പെടുത്തി കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി. യൂറോപ്പിൽ അത് അവിശ്വസനീയമാം വിധം വിലപ്പെട്ടതായി മാറി. പക്ഷെ മണികണ്ഠന് തോന്നി ഇതൊരു തുടക്കമാണ്. ഇനി മുമ്പത്തെ പോലെയുള്ള സമാധാനമില്ല. പുതിയ കപ്പലുകൾ പീരങ്കികളുമായി വരും. പുതിയ വ്യാപാരികൾ ആവശ്യപ്പെടും, ചർച്ച ചെയ്യില്ല. പക്ഷേ അതിനിയും അകലെയായിരുന്നു. ഇന്നത്തെ രാത്രിയിൽ കോഴിക്കോട്ടിലെ തുറമുഖം സാധാരണ പോലെ തിരക്കേറിയതാണ്. ചൈനീസ് ജങ്കുകളും അറബ് പായ്ക്കപ്പലുകളും കരയിലിറങ്ങുന്നു. പക്ഷേ ഒരു ചെറിയ മാറ്റമുണ്ട്. ഒരു പോർച്ചുഗീസ് കപ്പൽ തുറമുഖത്തിനപ്പുറം നിൽക്കുന്നു. അതിൻ്റെ പീരങ്കികൾ കോഴിക്കോട്ടിൻ്റെ ഹൃദയത്തിന് നേരെ തിരിഞ്ഞിരിക്കുന്നു. ഒരു ദിവസം രാത്രി സാമൂതിരിയുടെ കൊട്ടാരത്തിനുള്ളിൽ രാജാവും മണികണ്ഠനും തമ്മിൽ ഒരു ചർച്ച നടക്കുന്നു. ജനലിനപ്പുറം നല്ല മഴ പെയ്യുന്നുണ്ട്. ഉള്ളിൽ ഒരു വിളക്കിൻ്റെ വെളിച്ചമുണ്ട്. സാമൂതിരി മണികണ്ഠനോട് പറഞ്ഞു, വാസ്കോഡഗാമ തൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചുപോയി. പക്ഷേ അയാളുടെ ആ മുഖം എന്നെ വിട്ടുമാറുന്നില്ല. അദ്ദേഹം തിരിച്ചു വരും. അപ്പോൾ അദ്ദേഹം ഇത്ര സമാധാനത്തോടെ ആയിരിക്കില്ല വരുന്നതെന്ന് മണികണ്ഠൻ മറുപടി പറഞ്ഞു. സാമൂതിരി പറയുന്നു, ഞാൻ എപ്പോഴും സമാധാനത്തിലാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഇന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സംശയം തോന്നുന്നു. മണികണ്ഠൻ പറയുന്നു, സമാധാനം തന്നെയാണ് നമ്മുടെ ശക്തി. പക്ഷെ ചിലപ്പോൾ അതിന് പ്രതിരോധവും വേണം. സാമൂതിരി ചോദിക്കുന്നു, എങ്ങനെ? മണികണ്ഠൻ പറയുന്നു, നമുക്ക് ഒരു ചെറിയ കപ്പൽപ്പട ഉണ്ടാക്കണം നമ്മുടെ തുറമുഖം സംരക്ഷിക്കാൻ. സാമൂതിരി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, അതായത് സമാധാനത്തിനു വേണ്ടി യുദ്ധം ചെയ്യണം എന്നാണോ? മണികണ്ഠൻ പറയുന്നു, അതെ, സമാധാനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ഒരു വ്യത്യസ്തമായ ചരിത്ര വസ്തുത നോക്കുകയാണെങ്കിൽ കോഴിക്കോടിന് സ്വന്തമായി ഒരു കപ്പൽപ്പടയുണ്ടായിരുന്നില്ല. അതിനു പകരം സാമൂതിരി വിദേശ കപ്പലുകളെയാണ് ആശ്രയിച്ചിരുന്നത്. പക്ഷേ വാസ്കോയുടെ ആഗമനത്തിന് ശേഷം ചില രേഖകൾ പറയുന്നത് ഒരു ചെറിയ കപ്പൽപ്പട സൃഷ്ടിക്കാൻ സാമൂതിരി ആലോചിച്ചിരുന്നു എന്നാണ്. ഇത് ഒരു വലിയ മാറ്റമായിരുന്നു. സാമൂതിരി പറയുന്നു, നമ്മളിപ്പോൾ ഒരു പുതിയ യുഗത്തിൻ്റെ വാതിൽക്കൽ എത്തി നിൽക്കുന്നു. മുമ്പ് വന്നവരൊക്കെ വ്യാപാരത്തിന് വന്നു. പക്ഷേ ഇപ്പോൾ വരുന്നവർ ഭരിക്കാനാണ് വരുന്നത്. മണികണ്ഠൻ പറയുന്നു, അവരെ നമുക്ക് തടയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് നമ്മുടെ തത്വങ്ങൾ ഉപേക്ഷിക്കാതെ തന്നെ പ്രതിരോധിക്കാം. ഇത് കേട്ട സാമൂതിരി നീണ്ട നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. പിന്നീട് പറഞ്ഞു, നമുക്ക് ഒരു കപ്പൽപ്പട ഉണ്ടാക്കാം. പക്ഷേ അതിൻ്റെ ഒരേയൊരു ലക്ഷ്യം സമാധാനം സംരക്ഷിക്കുക എന്നതായിരിക്കണം. ഒരു ചെറിയ ചോദ്യം ചരിത്രകാരന്മാർക്കിടയിൽ ഇപ്പോഴും അവശേഷിക്കുന്നു. കോഴിക്കോടിന് സ്വന്തമായി കപ്പൽപ്പടയുണ്ടായിരുന്നു? അതോ അതൊരു പ്രതിരോധ ആശയം മാത്രമായിരുന്നു അത്? ചിലർ പറയുന്നു അതെ, ഒരു ചെറിയ പടയുണ്ടായിരുന്നെന്ന്. മറ്റു ചിലർ പറയുന്നു അതൊരിക്കലും നടപ്പാക്കിയിട്ടില്ലെന്നാണ്. അങ്ങനെ മഴ പെയ്യുന്ന ഒരു രാത്രിയിൽ സാമൂതിരിക്ക് ഉറക്കം തീരെയില്ലായിരുന്നു. അദ്ദേഹം ജനലിനടുത്ത് നിന്ന് തുറമുഖത്തേക്ക് നോക്കി. അവിടെ ചൈനീസ് ജങ്കുകളും അറപ്പായി കപ്പലുകളും സുരക്ഷിതമായി കരയിലിറങ്ങിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണ് പോർച്ചുഗീസ് കപ്പലിനെ തേടി. അത് അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു, തുറമുഖത്തിനപ്പുറം ഇരുണ്ട വെള്ളത്തിൽ. അതിൻ്റെ പീരങ്കികൾ കോഴിക്കോടിൻ്റെ ഹൃദയത്തിന് നേരെ തിരിഞ്ഞിരുന്നു. ഇനി മുമ്പത്തെ പോലെ ഇവിടെ സമാധാനമുണ്ടാവുകയില്ലെന്ന് സാമൂതിരി മനസ്സിലാക്കി. കാലം മാറിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ സാമൂതിരി തൻ്റെ ഉപദേഷ്ടാക്കളെ വിളിച്ചു. അവർ ചർച്ച ചെയ്തു.
ഒരു ചെറിയ കപ്പൽപ്പടയുണ്ടാക്കണോ? ചിലർ പറഞ്ഞു, നമുക്കതിൻ്റെ ആവശ്യമില്ല, നമ്മുടെ തുറന്ന വാതിൽ തന്നെ നമ്മുടെ പ്രതിരോധമാണ്. മറ്റു ചിലർ പറഞ്ഞു, നമ്മൾ പ്രതിരോധം കാണിച്ചാൽ നമ്മുടെ തത്വം തകരും. മണികണ്ഠൻ പറഞ്ഞു, നമ്മുടെ തത്വം സമാധാനമാണ്. പക്ഷേ സമാധാനത്തിനു വേണ്ടി പോരാടാൻ പറ്റില്ലെങ്കിൽ അത് അർത്ഥരഹിതമാകും. അങ്ങനെ ഒരു ചെറിയ കപ്പൽപ്പട ഉണ്ടാക്കാമെന്ന് സാമൂതിരി തീരുമാനിച്ചു. അതിൻ്റെ ഒരേയൊരു ലക്ഷ്യം സമാധാനത്തിനു വേണ്ടി നിലകൊള്ളുക എന്നത് മാത്രമായിരുന്നു. മറ്റൊരു ചെറിയ സംഭവം പറയുകയാണെങ്കിൽ, ഒരു മലയാളി നാവികൻ പോർച്ചുഗീസ് കപ്പലിനെക്കുറിച്ച് പരിഹസിച്ചു. അവരുടെ കപ്പലിന് 2 പീരങ്കികളൊക്കെയുണ്ട്, പക്ഷെ അവർക്ക് നന്നായി ഭക്ഷിക്കാനുള്ള അരി പോലും അവരുടെ കയ്യിലില്ല. അവൻ്റെ കൂട്ടുകാരെല്ലാവരും പൊട്ടിച്ചിരിച്ചു. പിന്നീട് അവർ ആ കപ്പലിനെ പെപ്പർ ഗ്രെയിൻ എന്ന ഇരട്ടപ്പേര് വിളിച്ചു കളിയാക്കി. ഇന്നതൊരു നാടോടിക്കഥയായി മാറിയിരിക്കുന്നു. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കോഴിക്കോട്ടിലെ കപ്പലണി വളരെ മികച്ചതായിരുന്നു. അവിടുത്തെ നാവികർ മലബാർ തീരത്തെ തിരമാലകളെയും കാറ്റിനെയും വളരെ നന്നായി മനസ്സിലാക്കിയിരുന്നു. അവർ ചെറിയ കപ്പലുകൾ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ സഞ്ചരിക്കുമായിരുന്നു. ഈ കഴിവ് ഒരു പുതിയ കപ്പൽപ്പടയ്ക്ക് അടിത്തറയായിരുന്നു. പക്ഷേ സാമൂതിരി ഒരു കാര്യം മനസ്സിലാക്കി: പോരാട്ടം മാത്രമല്ല പ്രതിരോധം, നയതന്ത്രവും ഒരു ആയുധമാണ്. അദ്ദേഹം മണികണ്ഠനോട് പറഞ്ഞു, നീ ചൈനയിലേക്കൊരു ദൂതനെ അയക്കണം, അവർ നമ്മോടൊപ്പം നിൽക്കണം. മണികണ്ഠൻ പറഞ്ഞു, ചൈനക്കാരിപ്പോൾ വരുന്നില്ല, അവർ തങ്ങളുടെ സാമ്രാജ്യത്തിനുള്ളിൽ തന്നെ തള്ളി നിർത്തിയിരിക്കുന്നു. സാമൂതിരി പറഞ്ഞു, പക്ഷെ അവർ നമ്മെ ഓർക്കുന്നുണ്ട്, നമ്മുടെ സമ്മാനങ്ങൾ ഓർക്കുന്നുണ്ട്, നമ്മുടെ സമാധാനം ഓർക്കുന്നുണ്ട്. പക്ഷേ മണികണ്ഠന് തോന്നി, ഇതൊരു പഴയ ലോകത്തിൻ്റെ പ്രതികരണമാണ്. പുതിയ ലോകം സമാധാനത്തിന് കാത്തിരിക്കില്ല. പക്ഷേ അത് ഇനിയും അകലെയായിരുന്നു. ഇന്നത്തെ രാത്രിയിൽ സാമൂതിരി തൻ്റെ കൊട്ടാരത്തിലിരുന്ന് ഒരു ചെറിയ കപ്പലിൻ്റെ രൂപരേഖ വരയ്ക്കുന്നു. അത് സമാധാനത്തിനു വേണ്ടി പോരാടാനുള്ളതാണ്. കോഴിക്കോട്ടിലെ തുറമുഖം ഇപ്പോഴും തിരക്കേറിയതാണ്. ചൈനീസ് ജങ്കുകളും അറബ് പായ്ക്കപ്പലുകളും ഇപ്പോഴും കരയിലിറങ്ങുന്നു. വ്യാപാരികൾ ചർച്ച ചെയ്യുന്നു, സാധനങ്ങൾ മാറ്റിവെക്കുന്നു, പുതിയ ഭാഷകൾ ഉരുവിടുന്നു. പക്ഷേ ഒരു ചെറിയ മാറ്റമുണ്ട്. തുറമുഖത്തിനപ്പുറം കടലിലൂടെ ഒരു പോർച്ചുഗീസ് കപ്പൽ സഞ്ചരിക്കുന്നു. അതിൻ്റെ പായ്ക്കളിൽ ക്രോസ് ചിഹ്നമുണ്ട്, മുന്നിൽ പീരങ്കികളും. അതിപ്പോഴും അവിടെ ഉണ്ട്. വാസ്കോഡ ഗാമ തിരിച്ചുപോയി, പക്ഷേ അദ്ദേഹത്തോടുള്ള ഭയം ഇപ്പോഴും ഇവിടെ നിന്ന് മാറിയിട്ടില്ല. സാമൂതിരി തൻ്റെ കൊട്ടാരത്തിലിരിക്കുന്നു. അദ്ദേഹം ഒരു ചെറിയ കപ്പലിൻ്റെ രൂപരേഖ വരച്ചു വച്ചിരിക്കുന്നു. അത് വളരെ ചെറുതാണ്, പക്ഷേ വേഗതയേറിയതും മികച്ച നാവിക നിയന്ത്രണമുള്ളതുമാണ്. അദ്ദേഹം മണികണ്ഠനോട് പറഞ്ഞു, ഇതാണ് നമ്മുടെ പുതിയ കപ്പൽ, ഇതിനൊരു പേര് വേണം. മണികണ്ഠൻ പറഞ്ഞു, അതിനെ സമാധാനത്തിൻ്റെ കപ്പലെന്ന് വിളിക്കാം. സാമൂതിരി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, അതിനുവേണ്ടിയാണ് നാം ഇത് നിർമ്മിക്കുന്നത്. അങ്ങനെ കോഴിക്കോടിൻ്റെ തുറമുഖത്ത് ഒരു ചെറിയ കപ്പൽ നിർമ്മാണം ആരംഭിച്ചു. നാവികർ കാലത്തിനനുസരിച്ചുള്ള രീതിയിൽ മരം കൊണ്ടും കയറുകൊണ്ടും കപ്പലുണ്ടാക്കുന്നത് തുടരുന്നു. അത് വളരെ ചെറുതാണ്, പക്ഷെ വേഗതയേറിയതും തിരമാലകളിൽ സഞ്ചരിക്കാൻ അനുയോജ്യവുമാണ്. മണികണ്ഠൻ അതിനെ നോക്കിക്കൊണ്ടിരുന്ന പറഞ്ഞു, ഇതൊരു പുതിയ ആരംഭമാണ്. പക്ഷേ ഇതൊരു യുദ്ധത്തിൻ്റെ തുടക്കമല്ല, ഇത് സമാധാനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ തുടക്കമാണ്. പോർച്ചുഗീസ് കപ്പൽ തുറമുഖത്തിനപ്പുറം ഇപ്പോഴും നിൽക്കുന്നു. അതിൻ്റെ പീരങ്കികൾ കോഴിക്കോടിൻ്റെ ഹൃദയത്തിന് നേരെ തിരിഞ്ഞിരിക്കുന്നു. പക്ഷെ അതിപ്പോഴും വെടിവെച്ചിട്ടില്ല. അത് വെറുതെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. സാമൂതിരി അത് മനസ്സിലാക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അവർ ഭയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്, പക്ഷെ നമ്മൾ ഭയപ്പെടില്ല. സാമൂതിരി തൻ്റെ ചെറിയ കപ്പലിൻ്റെ രൂപരേഖ നോക്കി പുഞ്ചിരിക്കുന്നു. നമ്മുടെ ഉത്തരം വെടിയല്ല, മറിച്ച് സമാധാനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. കോഴിക്കോട് ഇപ്പോഴും ഒരു സമാധാനത്തിൻ്റെ പ്രതീകമാണ്. പക്ഷേ അതിൻ്റെ സമാധാനം ഇനിയൊരു നിഷ്ക്രിയമായ കാത്തിരിപ്പല്ല, അതൊരു പ്രതിരോധമാണ്. ഒരു പുതിയ കാലം വരുന്നു. അതിൽ സമാധാനം ഒരു സ്വയം പ്രതിരോധിക്കുന്ന ശക്തിയാണ്. ഇന്നത്തെ കഥ നമ്മളിവിടെ താൽക്കാലികമായി നിർത്തുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രിയ രാത്രി സഞ്ചാരി, ഞാൻ നിങ്ങൾക്ക് ശുഭരാത്രി നേരുന്നു.
ും